സമയം കളയേണ്ട, നമുക്ക് സുഹൃത്തിനെ കേൾക്കാം. സമയമൊട്ടും നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സുഹൃത്തിനെ കേട്ടു കഴിയുമ്പോൾ കാര്യമായി എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തം ചർച്ചയിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും വിലയിരുത്തുന്നതിലും ഒക്കെ ഉണ്ടാകണം എന്നുള്ള ഒറ്റ അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഒരു ചെറിയ സ്വാഗതം ഉണ്ടാകും, പിന്നീട് ചർച്ച ഉണ്ടാകും, അവസാനം നന്ദി പ്രകാശനം ഉണ്ടാകും. ഒരു ക്രമത്തിൽ നമ്മൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ രാധാജിയെ ക്ഷണിക്കുന്നു. നമസ്തേ. പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, നമ്മുടെ മാസാവസാന ഞായറാഴ്ചയിലെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കടമ. നമ്മുടെ ഗ്രൂപ്പിൽ സ്വന്തമായി സംരംഭം തുടങ്ങുകയും അത് അതികഠിനമായ പ്രയത്നത്തിലൂടെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ഒരു മിന്നും താരമുണ്ട്. എല്ലാവർക്കും അറിയാം, അത് മറ്റാരുമല്ല, പുനർനവയുടെ സ്വന്തം കുഞ്ഞനുജത്തി പ്രസീതാജി തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ രണ്ട് റോളുകളും ഒരുപോലെ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ കൊച്ചുമിടുക്കി. കൂടെ കട്ട സപ്പോർട്ടായി നമ്മുടെ ചങ്ക് ബ്രോ മൂർത്തിജിയും. ആരോഗ്യപരമായും ബിസിനസ് തലത്തിലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇവരെ പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ അല്ലാതെ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരെ ചേർത്ത് നിർത്തുന്നതിൽ പ്രസീതയ്ക്കുള്ള കഴിവ് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതുമാണ്. ഈശ്വരനിലുള്ള തൻ്റെ അടിയുറച്ച വിശ്വാസമാണ് ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിലെന്ന് വിശ്വസിക്കാനാണ് പ്രസീതയ്ക്ക് ഇഷ്ടം. തൻ്റെ സംരംഭം തുടങ്ങാനുണ്ടായ സാഹചര്യങ്ങളും അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്കായി പങ്കുവയ്ക്കുന്ന പ്രസീതാജിയെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ശ്രവിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. ജോഷി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു കാര്യം സംസാരിക്കാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ത്രീ സംരംഭക എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് എത്രത്തോളം പറഞ്ഞ് ശ്രമിക്കുകയാണ്, എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മുടേത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മുടേത്. പക്ഷെ സ്ത്രീകൾ സംരംഭകരായി ഉള്ളത് വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉള്ളതും കൂടുതലും സ്ത്രീകൾക്കാണ്. എന്നാൽ കേരളത്തിലെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആലോചിക്കുമ്പോൾ ജോലിക്കാരെ, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരെ ആണ് തെരഞ്ഞെടുക്കാറ്. ഇതിന് കാരണം സ്ത്രീ സംരംഭകരും വ്യവസായികളും വളരെ കുറവായത് കൊണ്ടാണ്. ഇത് കേരളത്തിൽ മാത്രം ഉള്ള ഒരു വിചിത്രമായ അവസ്ഥയാണ്. ഈ വ്യവസായങ്ങളും ബിസിനസ്സും കച്ചവടവും ഉള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാ തരത്തിലുള്ള ജോലിക്കാർക്കും സർക്കാർ ശമ്പളം നൽകുന്നത് എന്ന കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ്. വനിതകൾ സംരംഭകരാകുമ്പോൾ ഒരു അടുത്ത ചിട്ടയും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. കുടുംബം, വീട്, കുട്ടികൾ, അവരുടെ പഠിത്തം, ഭക്ഷണം തുടങ്ങി വലിയൊരു മാനേജ്മെന്റ് കൃത്യമായി പ്രശ്നങ്ങളില്ലാതെ നടത്താൻ കഴിയുന്നവരാണ് സ്ത്രീകൾ.
അതുകൊണ്ട് തന്നെ സ്ത്രീ സംരംഭകരാകുമ്പോൾ ആ സംരംഭം മികച്ചതാവും. ഈ സമയത്താണ് ഉദാഹരണമായിട്ട് എനിക്കൊരു കഥ ഓർമ്മ വരുന്നത്, ഒരു സംഭവം ഓർമ്മ വരുന്നത്. കഫേ കോഫിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ മനം കവർന്ന കോഫി ശൃംഖലയായിരുന്നു കഫേ കോഫിയുടെ. എന്നാൽ കമ്പനിക്ക് കടം കയറി ഉടമ സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തു. 7200 കോടിയോളം കടമായിരുന്നു സിദ്ധാർത്ഥയ്ക്ക്. എന്നാൽ ഭാര്യ മാളവിക ഹെഗ്ഡെ തളർന്നില്ല. ഭർത്താവ് തോറ്റതല്ല, ചെറുതായി ഒന്ന് പിഴച്ചതാണെന്ന് മാളവിക തെളിയിച്ചു. കമ്പനി പിന്നീട് കണ്ടത് പരിഷ്കാരങ്ങളുടെയും പെരുമഴയായിരുന്നു. പിന്നീട് കടം കുറച്ചു കൊണ്ടുവന്ന് ഇന്ന് കഫേ കോഫിയുടെ വിജയപാതയിലാണ്. ഭാരതത്തിലെ സ്ത്രീകൾക്ക് പ്രചോദനമാവുകയാണ് മാളവിക ഹെഗ്ഡെ. സർക്കാർ ജീവനക്കാരുള്ള കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഞാൻ. വിവാഹം ചെയ്തത് ഒരു ബിസിനസ്സുകാരനെയാണ്. അതായിരുന്നു ബിസിനസ് രംഗത്തേക്ക് വരുവാനുള്ള സാഹചര്യം. ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് വീട്ടിൽ നിന്നും സ്വന്തമായി സാരി ഡിസൈൻ ചെയ്യാറുണ്ടായിരുന്നു. ഇതിൽ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ 18 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ മുതൽ മുടക്കിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ ഞങ്ങൾ ആലോചിച്ചു. ഇത് ഒരു 500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റൂം ആയിരുന്നു. ഇവിടെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ആദ്യമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളായ സൂറത്ത്, അഹമ്മദാബാദ്, ബാംഗ്ലൂര്, തമിഴ്നാട് തുടങ്ങിയ മാർക്കറ്റുകളിൽ സന്ദർശിക്കുകയും ഇവിടെ നിന്നുള്ള ഏറ്റവും നല്ല കളക്ഷൻ മാവൂരിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആണ് ഞങ്ങളുടെ പ്രത്യേകത. അങ്ങനെ മാവൂരിൽ ക്യൂൻസ് ഫാഷൻ ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന പേരിൽ ഷോപ്പ് തുറന്നു. ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രശസ്ത ബാലതാരം, ഇന്നത്തെ സ്വാന്തനം സീരിയൽ നടിയും പ്രശസ്ത TV ആക്ടർ ഗോവിന്ദ പത്മസൂര്യയുടെ ഭാര്യയുമായ ഗോപികയും അനിയത്തി കീർത്തനയുമായിരുന്നു. പതിയെ ഒരുപാട് കസ്റ്റമർ ഞങ്ങൾക്ക് വന്നു ചേർന്നു. അതുപോലെ ഞങ്ങൾക്ക് ഒരു ഡിസൈനിങ് സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ പ്രത്യേകത. അങ്ങനെ 2 വർഷം കൊണ്ട് ഷോപ്പ് വിപുലീകരിച്ചു. പുതിയ സെക്ഷനുകൾ തുറന്നു. അങ്ങനെ ഒരു ഫാമിലി ഷോപ്പാക്കി മാറ്റി. ഈ സെക്ഷന് വലിയ നല്ല രീതിയിൽ ഒരു ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ താരം സുധീഷ് ആയിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ള കുറെ ജോലിക്കാർ, അവർക്കും കൂടി അവകാശപ്പെട്ടതായിരുന്നു ഈ നേട്ടങ്ങളൊക്കെ. ഒരു നല്ല ടീമായി തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഇതേ സമയം തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ മാവൂരിലെ വനിതാ വിങ് രൂപീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിനെ തുടർന്ന് വനിതാ വിങ്ങിന്റെ യൂണിറ്റിന്റെ പ്രസിഡന്റായി എന്നെ തെരഞ്ഞെടുക്കുകയും അതേപോലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റായി 2 വർഷം എനിക്ക് സേവനം നടത്താൻ കഴിയുകയും ചെയ്തു. ഇതേ തുടർന്ന് തന്നെ എൻ്റെ 3 സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ഒരു ചിട്ടി നടത്തുകയും അതിന്റെ ലാഭവിഹിതം ഉപയോഗിച്ച് ഇവിടെ നിർധനരായിട്ടുള്ള കുറച്ച് പേർക്ക് അവരുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയും മെഡിസിനും അതേപോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയും ചാരിറ്റി പ്രവർത്തനം വർഷങ്ങളോളായി നടത്തി വരികയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ പല പ്രതിസന്ധികളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, നിപ്പ, കോവിഡ് തുടങ്ങിയ ഒരുപാട്. ഇതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയി. ഇതിനിടെയാണ് എനിക്ക് ഡിസ്ക് പ്രോബ്ലം വന്നത്. അച്ഛന്റെ അതേ അസുഖം തന്നെയായിരുന്നു എനിക്കും വന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടോടെയാണ് മുമ്പോട്ട് പോയത്. എനിക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി. കുറച്ചു കാലം ഞാൻ കിടപ്പിലായി. പലതരം ചികിത്സകൾ നടത്തി. അതിലൊന്നും ഫലം ഉണ്ടായില്ല. അവസാനം കോയമ്പത്തൂരിൽ നിന്നും സർജറി ചെയ്യേണ്ടി വന്നു. 1 വർഷം എടുത്തു ഞാൻ പഴയതുപോലെ നടക്കാൻ. ശാരീരിക അവശതകൾ കാരണം സ്റ്റിച്ചിങ് ഡിസൈനിങ് യൂണിറ്റ് പൂട്ടേണ്ടി വന്നെങ്കിലും പതിയെ നാട്ടുകാരുടെ മനസ്സിൽ ഞങ്ങളുടെ ഷോപ്പിന് ഒരു സ്ഥാനം പിടിക്കാൻ സാധിച്ചു. ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറായി മാറി. ഈ സമയത്ത് രാമേട്ടന് പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ആ ബിസിനസിന്റെ ഇടയിലും ഞങ്ങളുടെ ഈ ക്യൂൻസ് ഫാഷൻ എന്ന ഷോപ്പിനെ ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം ഒഴിവാക്കി
എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ബാക്കിയുള്ള ബിസിനസ്സുകളൊക്കെ ഒഴിവാക്കുകയും ഈ ഒരു ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. അന്ന് കൂടുതൽ കടയുടെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് ഞാനായിരുന്നു. പർച്ചേസ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് രാമേട്ടൻ തന്നെ പർച്ചേസ് ചെയ്യാനും കടയുടെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങി. അതേപോലെ കുടുംബത്തില് കുട്ടികളുടെ കാര്യം എല്ലാം ഒറ്റയ്ക്ക് തന്നെ നടത്തുകയും ചെയ്തു. അങ്ങനെ ഷോപ്പില് ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറായി മാറിയ എല്ലാവരും ഞങ്ങളെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. നാട്ടിലെ പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ പിന്തുണയായി. 2018 വെള്ളപ്പൊക്കം അതുപോലെ ഞങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു അടിയാണ് തന്നിരുന്നത്. അന്ന് ഓണം സീസൺ ആയിരുന്നു. അന്ന് പല ഭാഗത്തു നിന്നും സാധനങ്ങൾ വന്ന് ഷോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ബേസ്മെന്റിൽ വെള്ളം കയറിയത്. ഇവിടെ മാവൂരിന്റെ 3 സൈഡും പുഴകൾ ആണ്. ഈ പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകി ഒരു ദ്വീപായി മാറിയിരുന്നു മാവൂർ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ടും ഞങ്ങളുടെ അയൽപ്പക്ക സംഘം, രാമേട്ടൻ അംഗമായിട്ടുള്ള സംഘമായിരുന്നു, കുടുംബത്തോടെ വന്ന് വെള്ളത്തിൽ നിന്നും തുണിക്കെട്ടുകൾ കയറ്റുകയും വെള്ളത്തിൽ പെടാത്ത തുണികൾ മാറ്റുകയും ചെയ്തു. ഒന്നും പറയാതെ ചെയ്ത ഈ സേവനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഇടയ്ക്കാണ് മെയിൻ റോഡ് സൈഡിൽ ഉള്ള ഒരു വെഡ്ഡിംഗ് സെന്റർ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞതും അത് ഏറ്റെടുക്കാൻ ഇടയായതും. അതാണ് ഇന്നത്തെ കൈരളി സിൽക്സ്. 2022 തുടങ്ങിയ കൈരളി സിൽക്സ് ഇന്ന് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. 2022 ഏപ്രിൽ 25 ടോപ്പ് സിംഗറിലെ കുട്ടി ഗായകനായ ശ്രീഹരിയായിരുന്നു കൈരളി സിൽക്സ് ഉദ്ഘാടനം ചെയ്തത്. എന്റെ ആഭരണം വിറ്റ് തുടങ്ങിയ ബിസിനസ് ഇന്ന് നല്ല രീതിയിൽ നടന്നു പോകുന്നത് ജഗദീശ്വരന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ബിസിനസ് രംഗത്ത് ഇത്രയും സജീവമായി പ്രവർത്തിക്കാൻ കാരണക്കാരൻ എന്റെ സ്വന്തം രാം. അവിടെ നിന്നാണ് ഞാൻ ബിസിനസിന്റെ ബാലപാഠം പഠിക്കുന്നത്. ഓരോ തെറ്റും ശരിയും വേണ്ട രീതിയിൽ പറഞ്ഞു തന്ന് ബിസിനസ് എത്ര മികച്ചതാക്കാൻ എന്ന് പഠിപ്പിക്കുന്നതും രാമകൃഷ്ണനാണ്. ഇപ്പോൾ ഇത്രയും വർഷം ഞങ്ങൾ വീട്ടിലായാലും ഷോപ്പിലായാലും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നു. അതാണ് ഞങ്ങളുടെ വിജയവും. ബിസിനസ് എന്നാൽ വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ ഈ രംഗത്ത് ബിസിനസ്സും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ മക്കളും ഏറെ സഹായിച്ചിട്ടുണ്ട്. സീസൺ സമയങ്ങൾ ഏറെ വൈകി വരുമ്പോൾ അവർ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ ഏറെയും നോക്കി നടത്താറുള്ളത്. ഞങ്ങൾക്ക് തുടക്കം മുതൽ ഇതുവരെ അവരുടെ പിന്തുണ വളരെ ഏറെയാണ്. കോവിഡ് കാലം ശരിക്കും പറഞ്ഞ ഞങ്ങൾ ബിസിനസ്സുകാർക്ക് ഏറെ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും കുടുംബത്തോടൊപ്പം ഏറെ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു അനുഗ്രഹമാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി തോന്നിയ നിമിഷങ്ങൾ ആയിരുന്നു കോവിഡ് കാലം. കോവിഡ് കാലം ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന 2 ഗ്രൂപ്പുകൾ ആണ് 4AM സാധക സമാജവും. അന്ന് പരിചയപ്പെട്ട കുറെ നല്ല ആത്മാക്കൾ ആണ് ഇന്ന് എൻ്റെ എനർജി എന്ന് പറയാം. സർജറിയോടെ ശരീരത്തിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതെല്ലാം 4 വർഷത്തിലേറെയായി ചെയ്യുന്ന യോഗ കൊണ്ട് സുഖം പ്രാപിച്ചു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് യോഗ, മെഡിറ്റേഷൻ എന്നിവ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും വളരെ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ അത് സ്വാമി ഉദിച്ചതന്യജിയുടേതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രഭാഷണങ്ങളും ആണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ വെളിച്ചവും ശക്തിയും വഴികാട്ടിയും. ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നത്തെ പതറാതെ ഇതും കടന്നു പോവും, ഇതും ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ആത്മസമീപനത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗൈഡൻസ് ആണ്. ഇതുപോലത്തെ ഒരു ആധ്യാത്മിക ഗുരുവിനെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വളരെ വലുതാകും എന്ന് എനിക്ക് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പുനർനവ യോഗ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന പ്രദീപ് സാറും രാധാജിയും എങ്ങനെ ജീവിതത്തെ സന്തോഷപരമായി വ്യക്തമായ പ്ലാനോട് കൂടി മറ്റ് സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട് ജീവിതം
എങ്ങനെ നയിക്കാം എന്ന് മനസ്സിലാക്കി തന്നവരുമാണ് ഇരുവരും. ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ച എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കാണിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. അതുപോലെ 2 ഷോപ്പിലെയും 15ഓളം വരുന്ന ജോലിക്കാർ അവരുടെ കുടുംബങ്ങൾ ഒറ്റപ്പെടലും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ്. അവരൊക്കെ ഞങ്ങളെ കൊണ്ട് ആവും വണ്ണം സാമ്പത്തികമായ സുരക്ഷിതത്വവും മാനസികമായ സന്തോഷവും നൽകാൻ കഴിയും എന്നതും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഒരു കുടുംബത്തെ പോലെ ഒരു ടീമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നതിലാണ് ഞങ്ങളുടെ വിജയം. ഇത് കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയത്. ഒന്നാമത് ഷോപ്പിലെ ഇപ്പോഴത്തെ ഈ ഇയർ എൻഡിങ്ങിന്റെ പിന്നെ ഓഫർ വെച്ച കാരണം ഷോപ്പിൽ കുറച്ച് തിരക്കാണ്. അതുകൊണ്ട് രാത്രിയൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞതും ഈ കാര്യങ്ങളൊക്കെ സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചത്. തെറ്റുകുറ്റം ഉള്ളതിന് ക്ഷമിക്കണം. തെറ്റുകുറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഇതിൽ എന്ത് തെറ്റ് വരാനാ? നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. അതെ, ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു സൂപ്പർ ആട്ടോ, നല്ലൊരു മോട്ടിവേഷൻ ആണ്. കൂടുതൽ ബിസിനസ് വളരട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യമാണ് ബിസിനസിന്റെ വളർച്ച. അതെ. ആ വളർച്ച നീണ്ടു നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. ക്ലാസ് അവസാനിപ്പിച്ചോ? ഓക്കെ സാറേ അവസാനിപ്പിച്ചു. ഓക്കെ വളരെ സന്തോഷം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ക്ലാസ് അതിഗംഭീരമായിട്ട് നമ്മുടെ ഈ സെഷൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ പിന്നെ പ്രസീതാജി നയിക്കുകയുണ്ടായി. സമസ്ത മേഖലകളെയും സ്പർശിച്ചിട്ടുണ്ട്. ഇനിയും കാര്യമായ ഒരു ചർച്ചയാണ് നടക്കേണ്ടത്. ഓരോരുത്തരായിട്ട് ആ വിഷയത്തെ കേട്ടത് പിന്നെ കൃത്യമായിട്ട് വിലയിരുത്തി സംസാരിക്കണം. അങ്ങനെ ഓരോരുത്തരോരോരുത്തര് ഏതെങ്കിലും ഓരോ വാക്ക് പറഞ്ഞ് പോകുന്നതല്ല. അങ്ങനെ ആരുടെയും പേര് പ്രത്യേകിച്ച് വിളിക്കുന്നില്ല, എല്ലാവരും പറയണം. 1 by 1 ആയിട്ട് പറഞ്ഞു പോയാൽ മതി. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നത്തെ സെഷൻ, സാധാരണ നമ്മൾ രാവിലെ ഇൻഫോർമലായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്, അത് അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇന്നത്തെ സെഷൻ ഒരു ഫോർമൽ സെഷൻ. എല്ലാ മാസത്തിന്റെ അവസാനം ഇങ്ങനെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ എല്ലാവർക്കും കഴിവുണ്ട് എന്ന് തെളിയിക്കുവാനും ആ കഴിവിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ചിട്ടയായിട്ടൊരു പരിപാടി നടത്താനും ഒക്കെ ഒരു പ്രേരണ കൂടി നൽകുന്ന ഒരു സെഷനായി നമുക്കിതിനെ മാറ്റണം. ഇതിൽ വിനോദവും വിജ്ഞാനവും, ശരിക്കും നല്ലൊരു വിജ്ഞാനപ്രദമായ ഒരു സെഷനാണ് നടന്നത്. മറ്റ് ചില ആളുകൾക്ക് വളരെ വിനോദം നൽകുന്ന തരത്തിൽ ഈ സെഷനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടേതായ സ്വന്തം ജീവിതത്തിൽ സുന്ദരമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും പ്രചോദനം നൽകുവാനും ഒപ്പം കേൾവിക്കാരായ ആളുകൾക്ക് ഇത്തരം ആളുകളെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ലഭിക്കുന്ന ഈ ഒരു നല്ല സെഷനായി നമുക്കിതിനെ മാറ്റണം. കുറച്ച് സമയമേ ഉള്ളല്ലോ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ആരെയും പേര് വിളിക്കുന്നില്ല. ഏറ്റവും അവസാനം നന്ദി പ്രകാശനം ഉണ്ടായിരിക്കും. എത്ര നേരമാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നെന്നുള്ളത് ഒന്ന് വേണമെങ്കിൽ ആദ്യം ഒന്ന് തീരുമാനിച്ചാലോ. 6 മണിയാണോ അതോ 6:30 അതോ 6:15 ഒക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് എല്ലാവരും ഒരു 2-3 മിനിറ്റ് എടുത്ത് ഓരോരുത്തരുടെയും ഭാഗം അഭിപ്രായം പറയാൻ വിനിയോഗിക്കാം. ഞാൻ തൽക്കാലം നിർത്തുന്നു.
എങ്ങനെയാണ് ഇതിനൊരു ക്രമം നിശ്ചയിക്കേണ്ടത്? ആൽഫബറ്റിക് ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഈ ആളുകളെ സംസാരിക്കുന്ന എടുക്കാം. ഏതെങ്കിലും ഒരു ക്രമം വേണമല്ലോ, അല്ലെങ്കിൽ ജില്ല തിരിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, ജില്ല തിരിക്കേണ്ട ഞാൻ മലബാറിൽ തുടങ്ങി സാറേ. ഞാനൊന്ന് തുടങ്ങാം. ആവുക. സ്നേഹം നിറഞ്ഞ സഹ പുനർനവയിലെ എല്ലാ സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് പ്രസീതാജിയുടെ ജീവിത കഥയല്ല, ആ അനുഭവങ്ങൾ കേൾക്കാൻ. ആരുടെയും വിജയകഥ കേൾക്കുന്നത് വളരെ സന്തോഷപ്രദമായ, മോട്ടിവേറ്റീവായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പ്രസീതാജിയുടെ ഈ അനുഭവ കഥ കേട്ടപ്പോൾ അത് ഏറെ ഹൃദ്യമായി എന്നുള്ളതാണ് സത്യം. നമ്മൾ കൈരളി ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പില് ഞങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നമ്മളൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ ആ ഷോപ്പിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു എഫേർട്ട് ഉണ്ട് എന്നുള്ളത് കുറെ കൂടി പച്ചയായി തിരിച്ചറിഞ്ഞത് ഇന്നാണ്. സത്യത്തില് ഫാഷൻ ഡിസൈനിങ്ങിൽ ബിരുദമുള്ള ഒരാളാണ് പ്രസീതാജി എന്ന് ഇന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, സർക്കാർ ജീവനക്കാര് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ സർക്കാർ ജീവനക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് വിവാഹം കഴിക്കാനെന്ന്. സത്യത്തിൽ ഇങ്ങനെയുള്ള പിന്നെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭകരായ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ജീവനക്കാരെ അവരെ മാത്രമേ സെലക്ട് ചെയ്യുമായിരുന്നു എന്ന് ഞാനൊന്ന് തിരുത്തി പറയുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾ ഈ രംഗത്തോട്ട് കൂടുതലായി കടന്നു വരാൻ കഴിയാത്തതിന്റെ പിറകില് ഒരുപാട് റിസ്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. പക്ഷെ ഇപ്പോ ഒരു കൈത്താങ്ങായി കൂടെ ഒരു കൂട്ട് എല്ലാ കാര്യത്തിനും ഉള്ള ഒരാളാണ് പ്രസീതാജി. രാമുവേട്ടൻ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ആ ഒരു എന്റെ കൂടെ ഉള്ള, എന്റെ എപ്പോഴുമുള്ള ചങ്ക് എന്നോടൊപ്പം ഉണ്ടായത് കൊണ്ടാണ് ഈ വിജയം എന്ന് പറയുന്നത് അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഒരു മാതൃകയായി ഇനി ഇവിടെ ഒരാളുണ്ട്, ഞാൻ അങ്ങ് പറയായിരുന്നു, തീർച്ചയായിട്ടും ഇതേപോലുള്ള സംരംഭത്തിൽ ഏർപ്പെടുകയും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. മാവൂരയല്ല, കോഴിക്കോട്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഷോപ്പായി അത് ഉയരുവാനും പ്രസീതാജിയുടെ ഈ അനുഭവ കഥ ബാക്കിയുള്ളവർക്ക് ഒരു പാഠവും അല്ലെങ്കിൽ ഒരു മാർഗദർശിയുമാകാനും അത് ഏതെങ്കിലുമൊക്കെ വാരികകളിലും അല്ലെങ്കിൽ യൂട്യൂബിലുമൊക്കെ നിങ്ങളുടെ വിജയകഥ ഇതേപോലെ ഒരു അനുഭവ കഥയായി മാറാനും ഒക്കെ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും തുടർന്ന് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. നിരങ്ങളെയാണ് അടുത്തയാള്. നമുക്ക് എങ്ങനെയാണ് ക്രമം, എങ്ങനെയാ ആൽഫബറ്റിക് ഓർഡർ? എങ്ങനെ വേണേലും ആകാം സാറേ. അല്ല, ഏതെങ്കിലും ഒന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. സാറൊന്ന് വിളിക്കുകയാണെങ്കിൽ വേഗം പൊക്കോളൂ. ആണോ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പിന്നെ ജില്ല തിരിച്ചെടുത്താൽ എളുപ്പമുണ്ടല്ലോ. ആലപ്പുഴ ജില്ല എയിൽ നിന്ന് തുടങ്ങാം. എയിലെ തന്നെ അംബിക എൽ. എന്താ പറയണ്ടേ, എപ്പോഴും പ്രസീതാജിയെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് വളരെ എനർജറ്റിക് ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും കാണുന്ന ഒരു വ്യക്തിയാ. എപ്പോഴും ഭയങ്കര ചിരിയോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് കാണുന്നത്. അതേപോലെ തന്നെ മൂർത്തിജി, ഏത് കോംപ്ലിക്കേറ്റഡ് കാര്യം ഉണ്ടെങ്കിലും വളരെ സരസമായി സംസാരിക്കുന്ന, എല്ലാവരോടും എപ്പോഴും തമാശ പറയുന്ന രണ്ട് നല്ല വ്യക്തികളാണ്. എന്നും അവരോട് രണ്ടുപേരോടും വളരെ ബഹുമാനമാണ്.
ഇപ്പൊ ഈ കൈരളി കാണുമ്പോഴും ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ എഫേർട്ട് ഇവർ ഇട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് ഇവരുടെ കഥകള് എനിക്കിപ്പോ പ്രസീതാജി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോ രണ്ടുപേർക്കും ഇനിയും നാൾക്ക് നാൾ വളരെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ABCD അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയിൽ നിന്ന് ആരുമില്ല. അല്ല എന്താ രവി സാറൊക്കെ ഇല്ലേ? രവി സാറും ഗീതാജി ഇല്ലേ പറയാൻ? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ തന്നെ എത്ര പേര്? സോറി. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും പ്രസീതാജിയുടെ കഥ നമ്മളെല്ലാവരും ആസ്വദിച്ചു. എന്തായാലും ഇതുപോലുള്ള പ്രചോദനം നമ്മുടെ ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കും അതുപോലുള്ള കേരളത്തിലുള്ള ഒട്ടും എല്ലാ സ്ത്രീകൾക്കും ഇതൊരു മാതൃകയാണ്. തന്നെയല്ല നമ്മുടെ രാമേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ രാമമൂർത്തി ബ്രോ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ടും വിജയകരമായിട്ടും പോകുന്നു. അങ്ങനെ എന്തായാലും മുന്നോട്ട് പോട്ടെ. പടർന്ന് പന്തലിച്ച് കേരളം മൊത്തം വളരെ പന്തലിച്ച് അങ്ങനെ വിജയിക്കട്ടെ എന്ന നല്ലൊരു ആശംസ മാത്രമേ എനിക്ക് ഇപ്പൊ തരാനുള്ളൂ. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ബിന്ദു വള്ളികുന്നം. എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് ഏറ്റവും അതിൽ എടുത്ത് പറയേണ്ടത് അവരുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ ഒത്തൊരുമ. കുടുംബം എല്ലാവരും ഒത്തൊരുമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് കാര്യവും വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രസീതാജി, മൂർത്തിജി, മക്കള് എല്ലാം. അത് എന്നും നിലനിൽക്കട്ടെ. എല്ലാത്തിനും ജ്യോതിശ്വരൻ എന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഞാനിവിടെ ഉള്ളോ? അല്ല, ബേവിച്ചൻ. ജ്യോതിജി ഉണ്ട്. ജ്യോതിജി ഉണ്ട്. ഓക്കെ. ബേവിച്ചൻ ബി. ലൂസിയമ്മയുണ്ടോ? ഉണ്ട്. ബേവിച്ചൻ കഴിഞ്ഞ് ലൂസിയമ്മയും പറഞ്ഞിട്ടുണ്ടാകും. വളരെ നല്ല ഒരു മറ്റുള്ളവർക്ക് പ്രചോദനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മുടെ പ്രസീതാജിയുടെ. അതിന്റെ കൂടെ ഈ തിരക്കുകൾക്കിടയിൽ, കാരണം ഇപ്പം ന്യൂ ഇയർ വരുന്നു, ക്രിസ്മസ്, അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രസീതാജി പറഞ്ഞതുപോലെ എനിക്ക് വന്ന് പാതിര കഴിഞ്ഞൊക്കെ ആയിരിക്കും ഇതൊക്കെ എഴുതി കൂട്ടിയത്. അപ്പം രാമമൂർത്തി ഇതിന് നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. കാരണം ഇവരുടെ എല്ലാവരുടെയും നല്ല ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു പ്രയോജനമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു വനിതകൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം ലഭിക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രയോജനമാകട്ടെ. മുന്നോട്ടുള്ള നിങ്ങളുടെ ബിസിനസ് നല്ല വിജയപ്രകരമായി മുന്നോട്ട് നയിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. ഗീതേശി പറഞ്ഞില്ല. അവസാനം നന്ദി ഉണ്ടല്ലോ, ആ കൂടെ ചേർത്ത് പറയാം. പിന്നെ ലൂസിയാമ്മ. ഈ പ്രഭാതത്തിൽ ഇത്രയും നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ്, സ്വന്തം ജീവിതാനുഭവം എല്ലാവരുമായി പങ്കുവച്ച പ്രസീതാജിക്ക് എന്റെ ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ കൂടുമ്പോൾ ഇമ്പമാകുന്ന കുടുംബം, അവരുടെ ജീവിത മാതൃക നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന നല്ലൊരു കുടുംബമാണ്. ഇതിന്റെ എല്ലാം സപ്പോർട്ട് എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ മൂർത്തി ബ്രോയാണ്. നല്ല ഒരു ജീവിത സാക്ഷ്യം, ജീവിത അനുഭവം പങ്കുവച്ച പ്രസീതാജിക്ക് ഈ പുനർനവ കുടുംബത്തിന്റെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകും. ഞാൻ നിങ്ങളുടെ കട കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം കോഴിക്കോട്ട് വന്നപ്പം വരണമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് ഇവർക്കെല്ലാം പനിയായിട്ട് കിടപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല.
ഏതെങ്കിലും അവസരത്തിൽ ഞങ്ങള് അവിടെ വരുന്നതാണ് എന്നും പ്രത്യേകം പറയുന്നു. അപ്പൊ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതപാതയിൽ എല്ലാം നല്ല അനുഭവങ്ങളും നല്ല ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു. ജോയ് സാറേ, എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്ക് പള്ളിയിൽ പോകണ്ടോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലാസ്റ്റ് സൺഡേ ആണ് ഇത് ഇങ്ങനെ ഉടനെ അന്നേരമാണ് സാറ് പറഞ്ഞ കാര്യം ഓർത്തത്. പിന്നെ എനിവേ എന്തുവായാലും നല്ലൊരു പ്രസീതാജിയുടെ നല്ലൊരു അനുഭവം, ജീവിത കഥ. ജീവിതം അല്ലാതെ കഥയല്ല, യഥാർത്ഥമായ ജീവിതം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തുറന്നു കാട്ടിത്തന്ന നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറി. ഞാനിത് കേട്ടപ്പോ ബീനാക്കണ്ണനെയാ ഓർത്തെ, ശീമാട്ടിയിലെ ബീനാക്കണ്ണനെ. അപ്പൊ അതുപോലെ പ്രസീതാജി അറിയപ്പെടുന്ന ഒരു സിഗ്നേച്ചർ ഉള്ള ഒരു സ്ഥാപനത്തിന്റെ സംരംഭകയായി നമുക്കത് നേരിട്ട് ഇപ്പൊ നമ്മള് കണ്ടും അനുഭവിച്ചും ഇപ്പൊ 2-3 വർഷം കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലെ പോലെ, നമ്മുടെ വീട്ടിലെ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഓരോന്നും അറിഞ്ഞിരിക്കുന്നോണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ത്രീക്കും ഒരു സപ്പോർട്ട് ഒരു പുരുഷനുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രസീതാജി രാമുവേട്ടനും പ്രസീതാജിയും കൂടെ ഒരുമിച്ച് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരുമ അതെല്ലാവർക്കും മാതൃകയായിരിക്കേണ്ടതാ. നമുക്ക് ഇപ്പം സ്ത്രീയാണ്, ഏതൊരു സ്ത്രീയുടെ വിജയത്തിന്റെ പിന്നിലും ഒരു പുരുഷനുണ്ട്, പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. അതുപോലെ അവരുടെ ആ കൂട്ടായ പ്രവർത്തനവും കുടുംബജീവിതം എല്ലാവർക്കും മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്. അപ്പം അതിന് ഉപരി എല്ലാ എന്നോട് പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് നിൽക്കുക. ആദ്യം നമ്മൾ 2021 തുടങ്ങിയ സമയത്ത് യോഗ വയ്യാത്ത ഒരു അവസ്ഥയിൽ അവര് രണ്ട് മുറിയിലിരുന്ന് യോഗ ചെയ്യുമ്പം മൂർത്തിജി കാണാതെയാണ് പ്രസീത മേളയിൽ നിന്നിരുന്ന്. അപ്പം മൂർത്തിജിക്ക് പോലും അത്ഭുതമായിരുന്നു, പ്രസീതാജി ഇതെല്ലാം കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പം ഒരുമിച്ച് യോഗ ചെയ്യാനും യാത്ര ചെയ്യാനും നമ്മളോടൊപ്പം സഞ്ചരിക്കാനും എല്ലാ ഗെറ്റ് ടുഗദറിന്റെയും ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സഹായിക്കുകയും ഇനി ഇതിൽ കൂടുതൽ ആരോഗ്യപൂർണമായിട്ട് രോഗമൊന്നുമില്ല, അയാം ഓക്കെ എന്ന് മനസ്സിനെ പാകപ്പെടുത്തി നമ്മുടെ അസുഖങ്ങളെല്ലാം മറന്ന് സന്തോഷത്തോടെ മുന്നോട്ട് ആ പ്രസ്ഥാനം ഉയർത്തി കൊണ്ടുപോകാൻ ഒരു സ്ത്രീയാണല്ലോ ഒരു കുടുംബത്തിന്റെ വിളക്ക്. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് മോഡലായിട്ട് മാതൃകയായിട്ട് ആ കുടുംബത്തിന് വെളിച്ചം പകരുന്ന ഒരു ദീപമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു റോസ്ജി. ജ്യോതി ടീച്ചർ, ഇപ്പൊ തോന്നി എനിക്കും എന്തെങ്കിലും എനിക്ക് ഈ ഡിസൈൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രസീതാജി പണ്ട് എന്റെ ഒരു സാരി കണ്ടപ്പോ എന്നോട് പറഞ്ഞായിരുന്നു എവിടെ, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് തരുമോ. ഞാൻ ഈ പലയിടത്ത് കോട്ടയത്തും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഇങ്ങനെ കൊടുക്കുമ്പോ ഞാൻ പ്രസീതാജിയോട് ചോദിച്ചായിരുന്നു എനിക്ക് 2 സാരി വർക്ക് ചെയ്ത് തരുമോന്ന്. അപ്പൊ എനിക്കും തോന്നുന്നു എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിയാലോന്ന്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും തോന്നാൻ ഇടയാവട്ടെ. ഓക്കെ, താങ്ക് യു. ജ്യോതി ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് പ്രസീതാജിയുടെ പേരൻസിന്, കാരണം ഇങ്ങനൊരു മകൾക്ക് ഇങ്ങനൊരു ആഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കറക്റ്റ് ഇത് കൊടുത്തത് പേരൻസ് ആണ്. ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സപ്പോർട്ടാണ് കിട്ടിയത്. അത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ പ്രസീതാജിക്ക് കഴിഞ്ഞു. വിവാഹശേഷം മൂർത്തിജി ഫുൾ സപ്പോർട്ടുമായിട്ട് നിന്നതുകൊണ്ടാണ് അത് സാധിച്ചെടുക്കാനും പേരൻസിന്റെ അങ്ങനെ വിട്ടതിലുള്ള ആ അഭിമാനം കിട്ടാനും എല്ലാം സാധ്യമായത്. അപ്പൊ ഇതെന്നും ദൈവാനുഗ്രഹത്തോടെ ഈ സപ്പോർട്ട് എന്നും മുന്നോട്ട് പോകട്ടെ. കൈരളിയില് വരാൻ പറ്റിയിട്ടില്ല, 2 പ്രാവശ്യം ശ്രമിച്ചു, പക്ഷെ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ കൈരളിയുടെ ഉൽപ്പന്നങ്ങള് പല സ്ഥലങ്ങളിലേക്ക് കാണിച്ചുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഇതാകാൻ പറ്റിയിട്ടുണ്ട്. അതില് അഭിമാനിക്കുന്നു. താമസിയാതെ തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഈ സംരംഭത്തിന് ഇനിയും ഉന്നതികളിലേക്ക് എത്താൻ സാധിക്കട്ടെ. വലിയൊരു വനിതാ സംരംഭയായിട്ട് മാറട്ടെ.
എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം മൂർത്തിജിയുടെ എല്ലാ സപ്പോർട്ടും എന്നും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പോവാണോ? പറഞ്ഞിട്ട് ഓക്കെ. പ്രസീതാജിയുടെ ഇന്നത്തെ ഈ ജീവിത അനുഭവം കേട്ട് സത്യം പറഞ്ഞാൽ മനസ്സിന് നല്ല സന്തോഷവും ഒരു മോട്ടിവേഷനും കിട്ടിയിട്ടുണ്ട്. അന്ന് കോഴിക്കോട് ചെന്നപ്പം പ്രസീതാജിയുടെ ആ ഷോപ്പിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ കുറെ അന്ന് പ്രസീതാജി പറഞ്ഞതാണ്. എനിക്ക് കേട്ടപ്പോ അന്ന് നല്ല അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ഉണ്ടായത്. ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതെല്ലാം ചോദിച്ചറിഞ്ഞതാണ് അങ്ങോട്ട് പ്രസീതാജിയുടെ. കാര്യം എനിക്കൊരു അതിശയം പോലെ തോന്നി. കാര്യം ഈ കാലത്ത് സാധാരണ സ്ത്രീകളൊക്കെ എന്തേലും പഠിച്ച് ജോലിയൊക്കെ വാങ്ങി അല്ലെങ്കിൽ വീട്ടിലിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതിനെ അപേക്ഷിച്ച് അത് തുടങ്ങുകയും നല്ല ഒരു സ്റ്റിച്ച് ചെയ്യൂ എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് വളരെ അതിശയം തോന്നി. ഇങ്ങനെ തയ്ക്കുവോ? അപ്പോഴത്തേക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും അടുത്ത ഒരു സ്ഥാപനം ഉണ്ടാകാനുള്ള ആ ഒരു പ്രചോദനവും എല്ലാം. അത് മാത്രമല്ല പ്രസീതാജി നല്ലൊരു എനർജറ്റിക് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വീട്ടിലും എല്ലാം ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുമായിരുന്നു. ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ബിസിനസ്സും കൊണ്ടുപോകുന്നു. 2 പെൺമക്കളാണ്. പ്രത്യേകിച്ച് ആൺമക്കളാണെങ്കിൽ നമുക്ക് അത്രയും കെയർ വേണ്ട. അവരെ രാത്രി കാലങ്ങളിലായാലും പെൺമക്കള് വീട്ടിലിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കണം. അപ്പൊ ഇതെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോയി. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു പുരുഷന്റെ ബാക്ക് ബോൺ ആണ് സ്ത്രീ എന്ന് പറയുന്ന പോലെ നമ്മുടെ മൂർത്തിജിയുടെ ആ കൂടെ നിന്ന് ഒരു പോസിറ്റീവായിട്ട് ഏത് ഭാര്യ ഒരു ഭർത്താവിനൊപ്പം നന്നായിട്ട് സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാല് ആ ഭർത്താവിന്റെ ബിസിനസ് ആയാലും ജോലിയിലായാലും വീട്ടിലെ കാര്യങ്ങളിലായാലും എല്ലാം വളരെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഭാര്യ കൂടെ നിൽക്കുന്ന ആ രീതിയിലായിരിക്കും ഭർത്താവിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കൂടുതൽ ഒരു സ്വാധീനം പ്രസീതാജിയുടെ കയ്യിൽ നിന്നും ഉണ്ട് മൂർത്തിജിക്ക്. അതാണ് ആ മുഖത്ത് എപ്പോഴും ഇങ്ങനെ സന്തോഷം വിടരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കൂടാതെ ഈ പറഞ്ഞ കണക്ക് എനിക്ക് കൂടുതൽ പിന്നെ പ്രസീതാജിയുടെ ആ ഒരു തോന്നിയതെന്ന് വെച്ചാല് ആ അത്രയും നടുവിന് പ്രശ്നങ്ങൾ വന്നിട്ടും അത് ബോൾഡായിട്ട് അതിനെ ഒരു ഓപ്പറേഷനിലേക്ക് നേരിട്ട് അതിൽ നിന്ന് റിക്കവറായി വന്ന് പിന്നെ ഈ ഒരു തലത്തിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നതും എല്ലാം ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഞങ്ങൾക്ക് പ്രസീതാജി. പ്രസീതാജിക്കും മൂർത്തി ചേട്ടനും മക്കൾക്കും എല്ലാം ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും മക്കളുടെ ഉയർച്ചയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഈ തിരക്കുള്ളവർ തന്നെ ആരെങ്കിലും ഉണ്ടോ? ഞാനിവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പ്രസീതാജിയെ ഈ വയനാട് ടൂറിലാണ് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. മറ്റേത് വിളിക്കുമായിരുന്നു, പൂക്കോട്ടയിലെ ആ മീറ്റിംഗിലും കണ്ടിരുന്നു. അപ്പൊ സുഖമില്ലാത്ത കാര്യം അന്ന് ആരോഗ്യപരമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി നിന്നപ്പോ തന്നെ അന്ന് തന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുക്കാൻ ഓരോന്ന് ആഹാരങ്ങളായാലും അങ്ങനെ തരാനുള്ള ആ താല്പര്യമൊക്കെ കണ്ടു. അതിലൊക്കെ കുറെ അപ്പം കാര്യമായിട്ട് കടയിൽ ഞങ്ങൾ പോയി കടയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പം മറ്റേ ക്യൂൻസ് അവിടെയാണെങ്കിൽ ഡിസൈനിങ്ങിന്റെ മിഷനൊക്കെ കണ്ടിരുന്നു. കണ്ടപ്പോ ഞാൻ പ്രസീതയോട് പറഞ്ഞു പതുക്കെ അത് ഇനിയും തുടരണം, എങ്കിൽ മാത്രമേ അതിനൊരു കുറച്ചുകൂടെ നമ്മളുടെ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകൾക്ക് കൂടുതലായിട്ട് ആളുകൾ വരും. അന്ന് പറഞ്ഞിരുന്നു കുറെ ഡിസൈനിങ് ചെയ്തു, ആ രീതിയിൽ ഒരുപാട് വിൽക്കാൻ കഴിഞ്ഞതും ആളുകൾക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആളുകളെ ഇരുത്തിയാണെങ്കിൽ നമ്മുടെ ഐഡിയാസും കൂടെ ഇതിലേക്ക് വരുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പൊ പറഞ്ഞു അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, തുടരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. ഞാൻ കുറെ ബിസിനസ്സുകളൊക്കെ എന്റെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ തുടങ്ങി. ഞാൻ പൊട്ടിപ്പാളീസായ ഒരു വ്യക്തിയാണ്, കുറെ നഷ്ടങ്ങൾ വന്ന വ്യക്തിയാണ്. പക്ഷെ അതിന് പിന്നിൽ നമുക്ക് ആരുടെയും ഹെൽപ്പ് ഒന്നുമില്ലായിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു. ഈ സ്കൂൾ ജീവിതം, ജോലി കുറെ സ്ട്രെയിൻ ആയിരുന്നു. CBSE സ്കൂളുകളിലായത് കാരണം പലരുടെയും അടിമയായിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. നമുക്കൊരു സ്വാതന്ത്ര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ സ്വതന്ത്രമായിട്ടൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പല ബിസിനസ്സുകളും ഇതിന്റെ ഇടയിലൂടെ നടത്തി.
അതെല്ലാം പൈസ നഷ്ടത്തിലേക്ക് പോയി. ഞാൻ പിന്നെ അതങ്ങ് പൂട്ടുമായിരുന്നു. ഇപ്പൊ പിന്നെ മോൻ പറഞ്ഞിട്ടുണ്ടോ ഒരു കാശ് ഇറക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യില്ലെന്നുള്ളൊരു രീതിയിലേക്ക് പോയി. എങ്കിലും അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ഓരോ വർഷവും ഓരോ ബിസിനസ് ആയിരുന്നു തുടങ്ങുന്നത്, സ്വയം സംരംഭക എന്നുള്ള രീതിയിൽ. അങ്ങനെ. പക്ഷെ ഇതിപ്പം പ്രസീതയുടെ അത് കേട്ടപ്പോഴത്തേക്ക് അത് അനുഭവിക്കുകയും കൂടെ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. അതും ഞാനും അപ്പോഴും മനസ്സിലാക്കുന്നതാണ്, കൂടെ ഒരാള് നമുക്ക് നമ്മുടെ ഫെയിലുവേഴ്സിലും അല്ലെ പരാജയത്തിലും കൂടെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വിജയിച്ച് മുന്നേറാനായിട്ട് പറ്റും. പ്രസീത തന്നെ പറഞ്ഞു കുറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയതും ബിസിനസ്സിൽ കുറെ നഷ്ടങ്ങൾ വന്നതും അപ്പോഴൊക്കെ അത് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനം അവരുടെ ആ രണ്ടുപേരുടെയും കൂടെ ഒരുമയാണ്, കുടുംബത്തിന്റെ ഒരുമയാണ് അത്രയും ഉയർച്ചയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇനിയും ഉന്നതിയിലേക്ക് പോകട്ടെ. അതുപോലെ തന്നെ ആ ഡിസൈനിങ് വീണ്ടും പുനരാരംഭിക്കണം, അത് മനസ്സിലുണ്ടാവണം. ആ ഒരു പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. ഇനിയും തിരക്കുകാരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ആലപ്പുഴക്കാരെങ്കിലും ഉണ്ടോ? കൊല്ലം ജില്ലയിൽ സുനിധി ഉണ്ടല്ലോ, സുനിധിയും കൂടെ പറഞ്ഞാൽ അതങ്ങ് കൊല്ലം ജില്ല പൂർത്തിയാകും. കൊല്ലം. ഓക്കെ. ഗുഡ് മോർണിംഗ്. പ്രസിദ്ധയുടെ സ്പീച്ച് രാവിലെയുള്ള പ്രസിദ്ധയുടെ സ്പീച്ച് വളരെ ഹൃദ്യവും പ്രചോദനവുമായിരുന്നു. ഞാൻ കയ്യിൽ ചെന്നപ്പോൾ എന്നെ ആകർഷിച്ചത് അവിടെയുള്ള സ്റ്റാഫിന്റെയും പ്രസിദ്ധയുടെയും കസ്റ്റമർ കെയർ ആണ്. വീട്ടിലെ സ്വീകരണവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ ഇനിയും മൂർത്തിജിയോടൊപ്പം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, കസ്റ്റമർ സർവീസ് നല്ലോണം നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സുനിതാജി. ഇനി ആലപ്പുഴക്കാരിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ അല്ലേ? ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു അവസാനിപ്പിച്ചോളാം. വളരെ ഗംഭീരമായിരുന്നു അവതരണം. ഒരു സംരംഭക ആണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. നന്നായി ക്ലാസ് എടുക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ 10 പോയിന്റുകളെങ്കിലും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് വനിതാ സംരംഭകർ ഇവിടെ ഉണ്ടാകണം, സംരംഭകയാകുമ്പോൾ ലഭിക്കുന്നതായ സ്വന്തം ജീവിതത്തിന് ലഭിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, ഈ രംഗത്തേക്ക് വരാനുള്ള സാഹചര്യം, കുടുംബജീവിതവുമായി ഇതെങ്ങനെ സമന്വയിപ്പിക്കുന്നുണ്ട്, പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൊഴിലിടത്തെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, ഏറെ സന്തോഷം നൽകിയ കാര്യങ്ങൾ പലത് പറഞ്ഞിട്ടുണ്ട്, കുടുംബാംഗങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ഇതിനോട് സഹകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം തിരക്കിന്റെ ഇടയിൽ ഈ യോഗയ്ക്ക്, വ്യായാമത്തിന്, വിനോദ പരിപാടികൾക്ക് ഇവയ്ക്കൊക്കെ എങ്ങനെയാണ് സ്ഥാനം കണ്ടെത്തുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഭംഗിയായിട്ട് ആ കാര്യം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നല്ല ക്ലാസ് എടുക്കാൻ പ്രാപ്തയായ ഒരു വ്യക്തി കൂടിയാകുന്നു. ഈ ഒരു സെഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും ഏതെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പാട്ടായിട്ടോ ഇതൊന്നും ചെയ്യാത്ത ഒരാള് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരാളെ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഗുണമാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പറഞ്ഞു. വലിയ നിഷേധമൊന്നും നടത്തിയൊന്നുമില്ല. സാധാരണഗതിയിൽ ആളുകൾ പറയുന്ന പോലെയുള്ള ഒരു നിഷേധം മാത്രമേ ഉള്ളൂ. ഒരല്പം നിർബന്ധിച്ചപ്പോൾ അതിന് സമ്മതം മൂളുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ യോഗയ്ക്ക് വേണ്ടി ഒന്നിച്ചു ചേർന്നു, പല സൗഹൃദ സമ്മേളനങ്ങൾ ഒന്നിച്ചു ചേർന്ന് നല്ല സൗഹൃദം സംഘടിപ്പിച്ചു. ഇനിയും നമ്മുടെ പ്രാപ്തികൾ തിരിച്ചറിയാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു ചിട്ടയും വട്ടവും കൂടിയൊക്കെ ഒന്ന് പഠിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു കാര്യമായി കൂടി ഇത് വരട്ടെ. എല്ലാവിധ ഭാവങ്ങളും പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പിന്നെ എല്ലാത്തിനും നന്ദിയോടെ നിർത്തുന്നു. അടുത്ത ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇനി കോട്ടയം ജില്ലയാണെന്ന് തോന്നുന്നു. ആരാണ് ഇനിയുള്ള എല്ലാവരും പറഞ്ഞിട്ട് പാള് കേട്ടോ. സലിജിയാണ്, ഇറങ്ങാനുള്ളതാണ്. അപ്പൊ ഇന്നത്തെ രാവിലത്തെ എല്ലാവർക്കും നമസ്കാരം. രാവിലത്തെ പ്രസീതാജിയുടെ ക്ലാസ് വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടുപേരുടെയും ലൈഫില്. മൂർത്തിജിയെയും പ്രസീതാജിയെയും വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആതിഥേയ മര്യാദ, പിന്നെ മറ്റുള്ളവരുള്ള കെയർ എല്ലാം
ഒരുപാട് മനസ്സിൽ ടച്ചിങ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സംരംഭം നടത്തി വിജയിക്കാനും അതുപോലെ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് ഫ്ലഡിന്റെ ടൈമിൽ ആരും പറയാതെ തന്നെ നാട്ടുകാര് ഇറങ്ങി പുറപ്പെടുകയും ഡ്രസ്സൊക്കെ നനയാതെ എടുത്ത് സൂക്ഷിക്കാനായിട്ട് തോന്നുകയും ചെയ്യാന്ന് പറയുമ്പോൾ ഈ പ്രസിദ്ധാജിയുടെയും രാംവുഡ് സാറിന്റെയും നാട്ടുകാരോടുള്ള ഒരു പരിഗണനയും അവരോടുള്ള ഒരു അപ്രോച്ചും തന്നെയായിരിക്കും അതിന്റെ പിന്നില്. എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കുന്ന, വളരെ നന്നായി ഇടപെടുന്ന വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. പ്രസിദ്ധാജിയുടെയും രാംവുഡ് സാറിന്റെയും ഈ ഒരു എന്താ പറയാ, ഈ ഒരു കൈരളി എന്ന ഈ പ്രസ്ഥാനം എല്ലായിടത്തും കേരളം മൊത്തം പടരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കുടുംബജീവിതവും ഈ ഒരു പ്രസ്ഥാനവും ഒരുമിച്ച് വളരെ നന്നായി കൊണ്ടുപോകാൻ, ഇനിയും കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. കോട്ടയം തുടങ്ങാം. പ്രദീപ് സാറ് ഞാൻ ഏതിപ്പെടും? ഏത് ജില്ലയാണോ പറഞ്ഞേ? ഏത് ജില്ലയാ? കോട്ടയ്ക്കാണല്ലോ. കോട്ടയം. സാറാ തുടങ്ങിയോ? ഞാൻ പറഞ്ഞേക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. പ്രസിദ്ധാജിയുടെ വളരെ കൃത്യമായ അവതരണം നന്നായിരുന്നു. എനിക്ക് വളരെ ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കിനിടയിലും അത് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നല്ലതാണ്. അത് ആ ഒരു ബേസിക് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് ഇനി ഭാവിയിൽ അതിൽ ഡെവലപ്പ് ചെയ്യാം. അത് ഇതിനകത്ത് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ഒരു ആർട്ടിക്കിളായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം നമ്മളൊരു ബേസിക് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷൻ, ഈ പലപ്പോഴും ഒരു ടീം വർക്കാണല്ലോ നമുക്ക് ഏറ്റവും ലൈഫിൽ എപ്പോഴും സക്സസ്ഫുൾ ആകുന്നത് ഈ ടീം വർക്ക് കൊണ്ടാണ്. ഒരാൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തുഴയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നടക്കുന്നില്ല. ഇന്ന് ഇപ്പൊ ഇത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് രസകരമായ ഒരു കാര്യം ഓർമ്മ വന്നു. വീണ്ടും സെർച്ച് ചെയ്തിട്ട് പറ്റിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ഇന്ദ്ര നൂയി എന്ന് പറഞ്ഞൊരു വളരെ പ്രശസ്തയായ ഇന്ത്യൻ ലേഡിയും അമേരിക്കയിലാണ് അവർ ഉള്ളത്. പെപ്സിക്കോയുടെ CEO ആയിരുന്നു 12 വർഷം. നല്ല മിടുക്കിയാണ്, സംസാരത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല മിടുക്കിയാണ്. കേൾക്കേണ്ടതാണ് ഇന്ദ്ര നൂയിയുടെ ഇന്റർവ്യൂസ് ഒക്കെ. ഇപ്പൊ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പൊ ഒരിക്കലെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇന്ദ്ര നൂയി പറഞ്ഞ വീട്ടുകാരുമായിട്ട് ഈ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി പറഞ്ഞപ്പോ ഇന്ദ്ര നൂയി പറയുന്നൊരു കാര്യം, അപ്പൊ എനിക്ക് പ്രസിദ്ധാജിയെ പോലെ ഈ വർക്ക് ലൈഫ് ബാലൻസിനകത്ത് എപ്പോഴും കടയും ഷോപ്പ് നടത്തുന്ന കാര്യവും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും രണ്ടും കൂടെ ഇത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ആരെങ്കിലും എവിടെന്നെങ്കിലും അത് സപ്ലിമെന്റ് ചെയ്ത് തന്നില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൊസീഡ് വിത്ത്. അപ്പൊ ഈ പെപ്സിക്കോയിലെ ഒരിക്കലും ഇന്ദ്ര നൂയി എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി. ഇടയ്ക്ക് CEO ആകുന്നതിന് മുമ്പാണ് പ്രൊമോഷൻ കിട്ടിയപ്പം മദറിലോ വീട്ടിലുണ്ട്, ഹസ്ബൻഡും ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. അപ്പൊ ഈ പുള്ളിക്കാരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്, സാധാരണ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓൾറെഡി വന്ന് അവിടെ ഉണ്ട്. വീട്ടിൽ വന്ന് കയറി ഉടനെ പുള്ളിക്കാരി വളരെ സന്തോഷത്തിൽ വീട്ടുകാരുമായിട്ട് ആ പ്രൊമോഷനെ പറ്റി സംസാരിക്കാനായിട്ട് വളരെ പ്രചോദിതയായിട്ടൊരു വളരെ സന്തോഷത്തോടു കൂടി കയറി വന്നപ്പോഴത്തേക്കും തന്നെ മദറിനോ ചോദിച്ചു, ഡിഡ് യു ഗെറ്റ് മിൽക്ക്, പാല് വാങ്ങിയിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ രാത്രി ലേറ്റ് ആയി. ഐ ഡിഡ്ന്റ് ബൈ. അന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് അപ്പം ഇവിടെ പാല് തീർന്നിരിക്കുകയാണ്, അന്ന് ഹസ്ബൻഡിനോട് പറയാൻ പാടില്ലെന്ന് ചോദിച്ചു. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് ഈ മദർലോയുടെ മകൻ. ഹസ്ബൻഡിനോട് പറയാൻ പാടില്ലായിരുന്നു. ഇന്ദ്രനോയുടെ ഹസ്ബൻഡിനോട് ചോദിക്കാൻ പാടില്ലാന്ന് ചോദിച്ചപ്പോ ഹി ഈസ് വെരി ടയർഡ് ഫ്രം ഹിസ് ഓഫീസ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓഫീസിൽ വന്ന് വീട്ടിൽ അവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇവര് ഈ രാത്രി ലേറ്റ് ആയിട്ട് വന്നിട്ടും എന്നിട്ട് പറയായിരുന്നു, അമ്മായിമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അന്നേരം പോയി പാല് മേടിച്ചുകൊണ്ട് വന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരി തന്നെ പറയാണ്. പക്ഷെ ഇപ്പം അതായത് പുള്ളിക്കാരി CEO ഒക്കെ ആയതിനു ശേഷം ഹീസ് ഡൂയിങ് ലോട്ട് ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടുകാര്യങ്ങളൊക്കെ കുറെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പ്രൈസ് ഹി ഹാസ് ടു പേ
ടു ബി ദി ഹസ്ബൻഡ് ഓഫ് എൻ എക്സിക്യൂട്ടീവ്. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ സിഇഒയുടെ ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ പുള്ളി ഇങ്ങനത്തെ കുറെ കോംപ്രമൈസസ് ഒക്കെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മൂർത്തിജിയുടെയും പ്രസിദ്ധാജിയുടെയും അന്യോന്യം പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്നുകൊണ്ടാണ്. പ്രസിദ്ധാജിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് മൂർത്തിജി ഇന്റർഫിയർ ചെയ്യുന്നു, മൂർത്തിജിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രസിദ്ധാജി ഇന്റർഫിയർ ചെയ്യുന്നു. അപ്പൊ ഇന്ദിരാ നോയി പറയുന്ന വേറൊരു രസകരമായ ഒരു കാര്യങ്ങളുണ്ട്. ബീങ് എ മദർ, ഒരു അമ്മ എന്നുള്ള നിലയിൽ എപ്പോഴും കുട്ടികൾക്ക് വലിയ കെയർ കൊടുക്കണം. ഈ കുട്ടികൾക്ക് കൂടുതൽ കെയർ കൊടുക്കുന്ന സമയത്താണ് ഹസ്ബൻഡും ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യും, പുള്ളിക്കും കൂടുതൽ കെയർ കൊടുക്കണം. ആ സമയത്ത് മിക്കവാറും പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ പേരൻസിനും അതുപോലെ തന്നെ കുട്ടികളെ പോലെ കെയർ കൊടുക്കണം. അപ്പൊ ഈ എല്ലാവരെയും എന്താ പറയുന്നത് കെയർ കൊടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ പോവുകയല്ലേ എന്നുള്ളതാണ്. അതിന് ആ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. അപ്പം പ്രസിദ്ധാജിയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് ഏറ്റവും ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പം കുട്ടികളൊക്കെ മുതിർന്നു, മൂത്ത കുട്ടിക്ക് ഒരു പ്ലേസ്മെന്റ് വരെ എത്തിക്കഴിഞ്ഞു. എന്നാലും എപ്പോഴും ആ ഒരു കുടുംബത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ചലഞ്ചിങ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതായത് പ്രത്യേകിച്ച് ഓഫീസിലേക്ക് ഷോപ്പിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുക, അതിൻ്റെ കൂടെ തന്നെ ഇതിനെ മീറ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അത് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസിദ്ധാജിയെ അത് ചെയ്തുകൊണ്ട് വരുന്നു. അത് മാതൃകാപരമായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രസിദ്ധാജിയെ നമ്മൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ പറഞ്ഞ പോലെ എപ്പോഴും പ്രസന്നവതിയായിട്ട് ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് പ്രസിദ്ധാജി വന്ന് ഫിലോമിനാജിയും ജോഷ് സാറൊക്കെ ആയിട്ട് പോയ സമയത്ത് പ്രസിദ്ധാജി വളരെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളിലായിരുന്നു, വളരെ പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും എത്ര സന്തോഷമായിട്ട് എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ വരികയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും വീട്ടിലൊത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മുടെ ലൈഫിലെ റിഫ്ലക്ഷൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ബിസിനസ് സക്സസിനകത്തുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും ആ ഡിസൈനിങ് ചെയ്യുന്നുണ്ടോ, ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ആ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉള്ളൊരു കാര്യമാണ്. പക്ഷെ കുറച്ചുകൂടെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് അതിനെ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറെ കൂടെ പരിപോഷിപ്പിക്കണം. നമ്മുടെ ബിസിനസ്സിലെ ഞാൻ എപ്പോഴും മൂർത്തിജിയായിട്ട് സംസാരിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. നമ്മൾ കാലികമായ ചേഞ്ചസ്, ആനുകാലികമായ ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിനകത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. പുതിയ ഈ ഓൺലൈൻ ട്രേഡിങ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രെൻഡ്സിനൊക്കെ നമ്മളെങ്ങനെ ചലഞ്ചസിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്രാവശ്യം തന്നെ ഞാൻ വീഡിയോ കണ്ടിരുന്നു, ഈ ഓഫർ കൊടുക്കുന്നതിന്, ക്രിസ്മസിന്റെ സമയത്ത് ഓഫർ കൊടുക്കുന്നതിനെ പറ്റി. അവിടുത്തെ ബൊമ്മകളെ ക്രിസ്മസിന്റെ രീതിയിലും ശബരിമല സീസണിലും ഒക്കെ മാറ്റി അതിന് പുതിയ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് അത് ഡിസൈൻ ചെയ്തുകൊണ്ട് നോക്കാം. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇതുപോലെ വളരെയധികം നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനും, ഞാൻ ഈ പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് എൻ എഡ്ജ് ഓവർ ദി അതർ, മറ്റേ ആളുമായിട്ട് ഇപ്പൊ സാധാരണ നമ്മളൊരാള് ഒരു ചായ കുടിക്കുന്നതും ഒരു മസാല ടീ കുടിക്കുന്നതും തമ്മിലുള്ള ചെറിയൊരു അഡീഷൻ, ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ സ്ത്രീകളുടെ ഡ്രസ്സിനകത്തും നമുക്കറിയാൻ സാധിക്കും, ഈ ചെറിയ എംബ്രോയിഡറി, ചെറിയ ഒരു വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ മൊത്തമായിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ മാറും. സാരിക്കകത്തൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ മൊത്തമുള്ള പ്രസന്റേഷൻ അങ്ങ് മാറും. എന്ന് പറഞ്ഞ പോലെ ടു ആഡ് ദറ്റ് ഫ്ലേവർ, അവിടെയാണ് നമ്മുടെ യുണീക്നെസ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പ്രസിദ്ധാജിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതിനുള്ള ഒരു കപ്പാസിറ്റിയും അറിവും കഴിവും ഉള്ള ഒരാളാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് കുറെ ഡിസൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് പക്ഷേ ലോക്കലായിട്ട് അത് തന്നെ മാർക്കറ്റ് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി അതൊരു ഓൺലൈൻ ബിസിനസ്സിലേക്ക് തന്നെ. കാരണം എനിക്കറിയാവുന്ന എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്ത സുഹൃത്തിന്റെ വൈഫ് അത് ചെയ്യുന്നുണ്ട്. അതിന് രാവിലെ 1-2 പ്രാവശ്യം അതിന്റെ വീഡിയോസ് ഇട്ട് തന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന ഒരാളുണ്ട്, റോബോട്ടിക് നടത്തുന്ന വിനീത എന്ന് പറഞ്ഞൊരു, വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ ബിസിനസ് ഏറ്റവും ഉത്തരോത്തരം ഉയർന്നു വരട്ടെ. അത് ഏറ്റവും സക്സസ്ഫുൾ ആകട്ടെ, കൂടുതൽ സക്സസ്ഫുൾ ആകട്ടെ. ജീവിതവും കുട്ടികളുടെ കാര്യത്തിലെല്ലാം ആ സംതൃപ്തിയും സന്തോഷവും നമ്മുടെ ആത്മാഭിമാനവും. കാരണം നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്ത് വിജയിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അത് അടുത്ത തലമുറയിലേക്കും പകർന്ന് അവരും വലിയ നല്ല നിലയിലോട്ട് എത്തട്ടെ. ഇതിന്റെ എല്ലാം പുറയിൽ എന്താ പറയുക, ഉറച്ച വേരുകളുമായിട്ട് മൂർത്തിജിയുടെ പ്രസൻസ് എപ്പോഴും എല്ലാവർക്കും പ്രചോദനവും തണലുമേകി നിൽക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. രാധാജിയുടെ ഒന്ന് കമന്റ് ചെയ്യുക.
അല്ല അത് സാരല്ല സാറേ, ഞാൻ വെൽക്കം ഒക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ സമയം പോണ്ട. ഒരു ക്ലാസ്സിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു മിനിറ്റ് എങ്കിലും. പ്രസീതായോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, പ്രസന്റേഷൻ നന്നായിരുന്നു. അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിന് ചേരുന്ന കുറെ മോഡിഫിക്കേഷൻസ് വരുത്തി ബിസിനസ് മുന്നേറട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ജയശ്രീ ഉണ്ടോ? കോട്ടയം ഉണ്ടോ? ജയശ്രീയെ കണ്ടില്ല. ഇനി കോട്ടയംകാരെങ്കിലും ഉണ്ടോ? കോട്ടയംകാരും കാണുന്നില്ല. ഇല്ല. അങ്ങനെയെങ്കിൽ ഞാൻ തോട്ടക്കാടുകാരിയാ, അപ്പം കോട്ടയത്തല്ലേ. എല്ലാവർക്കും നമസ്കാരം. പ്രസിദ്ധാജി, യു വെൽ പ്രസന്റഡ് ദിസ് ക്ലാസ്. നിങ്ങളുടെ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ അപ്രിഷിയേറ്റീവായ ഒരു സംഗതിയാണ്. രണ്ടുപേരുടെ സഹിഷ്ണുത, അതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സംരംഭം ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേർക്കും നല്ല സഹിഷ്ണുതയായിട്ട് അത് ചെയ്യാനുള്ള, അത് ഇതിനിടയിൽ ഈ ക്ലാസ് എടുക്കാനുള്ള ടൈം കൂടി എടുത്ത് ആ സഹിഷ്ണുതയ്ക്ക് റിയലി അപ്രീഷിയേറ്റ്. എല്ലാവർക്കും വളരെ മോട്ടിവേഷൻ ആണ്. നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളിലും. മോത്തിജി ആണെങ്കിലും ബസീദാജി ആണെങ്കിലും എത്ര പേരെ അവിടെ ഇതിനിടയ്ക്ക് വീട്ടിൽ ചെന്നാൽ അക്കോമഡേറ്റ് ചെയ്യുന്ന, അത് വലിയ സ്കേറ്റിൽ ഓടി നടന്നാണ് ഓരോ സംഗതികളും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി നിന്ന് ഞാൻ കണ്ടില്ല, ഇരുന്ന് ഞാൻ കണ്ടില്ല. ഇങ്ങനെ ഒരു സ്കേറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് പുള്ളിക്ക് ചെയ്യാമെന്ന്. എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാപ്തിയുള്ള ഒരു നല്ലൊരു മനസ്ഥിതിയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ മോത്തിജി എൻ്റെ വലിയ സപ്പോർട്ട്. നിങ്ങളുടെ രണ്ടിന്റെ ആ സ്നേഹവും ആ സൗഹൃദവും നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ ഇടയില് ഒരു എറണാകുളം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ അരുൺജി ഇതിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. വന്നില്ലുള്ളൂ, കോട്ടയം ആലപ്പുഴ ആയിട്ടില്ലുള്ളൂ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. എന്നോട് തന്നെ ഞാൻ ആദ്യം തന്നെ പ്രദീപ് ചോദ്യം ചോദിക്കണേ, ഇത് നമ്മള് ആദ്യത്തെ ഒരാളാണോ പ്രസിദ്ധാജി തുടങ്ങിയത്, ഈ പ്രോഗ്രാം തുടങ്ങിയത്? രണ്ടാമത്തെ സെഷനാണ്. ആദ്യം ആരായിരുന്നു? അതറിഞ്ഞില്ലായിരുന്നു. ആദ്യം ഞാനായിരുന്നു. ജോഷ് സാറില്ല തുടങ്ങിയത്. അല്ല, ജോഷ് സാറല്ല, മൂർത്തിജി ആയിരുന്നു മറ്റേ കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ആ കഥ കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു നമ്മളുടെ ഈ യോഗ ഗ്രൂപ്പില് ഇങ്ങനെ ഒരു എല്ലാ മാസം അവസാനം അവരുടെ എക്സ്പീരിയൻസ് തുടങ്ങാനുള്ള ഒരു സംരംഭം ചെയ്ത് ആദ്യം പ്രദീപിച്ചെടുത്തും മറ്റുള്ള കമ്മിറ്റിക്കാരോട് ആദ്യം തന്നെ അതിനൊരു താങ്ക്സ് അറിയിക്കുന്നത്. കാരണം നമ്മള് ആണോ? അപ്പൊ മൂർത്തിജിയെടുത്തും എല്ലാം ഒരു നന്ദി ആദ്യം അറിയിക്കുകയാണ്. കാരണം നമ്മളെല്ലാം ജീവിതത്തിന്റെ മധ്യാഹ്നത്തോ അല്ലെങ്കിൽ സായനത്തിലെത്തിക്കുന്ന സമയത്താണ് എല്ലാവരായിട്ടും പരിചയപ്പെട്ടാണ്. അപ്പൊ നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ആരാണെന്ന് നമുക്ക് കുറെ കൂടി അവയർനെസ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പൊ ഇത് ഈ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പ്രസിദ്ധാജിയുടെ പ്രസന്റേഷൻ, ഞാൻ ചെറായി ബീച്ചിൽ ഉള്ള പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് പ്രസിദ്ധാജിയും രാമൂർത്തിജിയും ആദ്യം കാണുന്നത്. അപ്പൊ അന്ന് നമ്മൾ യോഗയിൽ കണ്ടെങ്കിൽ അവിടെ വെച്ച് കണ്ടപ്പോ ഇവരുടെ ആ ഒത്തൊരുമയും ഇവരുടെ എന്ത് കാര്യങ്ങൾ ഇപ്പൊ സ്കിറ്റ് അവതരിപ്പിക്കണമെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോ ഇവരുടെ ആ ഒത്തൊരുമയും ആ മനസ്സിന്റെ ഐക്യമാണ് നമ്മൾ അതിന് മനസ്സിലാക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചത് മൂർത്തിജിക്ക് സപ്പോർട്ടായിട്ടാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ഇന്നാണ് അറിയണത് ഇതിന്റെ ബേസ് വന്നേക്കണത് ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള പ്രസിദ്ധാജിയുടെ ആ ഒരു ബാക്ക് സപ്പോർട്ട് ചെയ്തത് മൂർത്തിജിയാണെന്നുള്ളതെല്ലാം ഇന്നാണ് മനസ്സിലാക്കണത്. എന്തായാലും ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് ഇന്ന് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് കേരള സിൽക്സ് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് കൂടി വളരെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഈ വന്ന സമയത്ത് ഓരോരോ സ്റ്റെപ്പും കഷ്ടപ്പാടുകളും എല്ലാം താണ്ടി
ഇതിക്കടെ അതിന്റെ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ്. ഞാൻ അതുപോലെ ഈ 2012 വെള്ളമൊക്കെ അവിടെ കയറി എന്നുള്ളത് ഞാനിപ്പോ പുതിയ അറിവായിരുന്നു. എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ മാത്രം ഇങ്ങനെ വെള്ളം കയറിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചത്, കാരണം ഡാമൊക്കെ തുറന്നിട്ട്. പക്ഷെ അവിടെയും ഇങ്ങനെ ഒരു വലിയൊരു പ്രളയം അനുഭവപ്പെട്ടു എന്നുള്ളത് ഇപ്പൊ പ്രസാദ്ജി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതുപോലെ തന്നെ പ്രസന്റേഷനും വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലെല്ലാം നന്നായിട്ട് പ്രസന്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഐക്യമാണ് ഇതിന്റെ ആ വിജയത്തിന്റെ മൂർത്തിജിയുടെ സപ്പോർട്ടും കുടുംബത്തിന്റെ മക്കളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ആരോ പറഞ്ഞല്ലോ സിന്ധുജി എന്നോട്, നമ്മുടെ ബീനാക്കണ്ണൻ ആയ പോലെ മറ്റൊരു ബീനാക്കണ്ണനായിട്ട് പ്രസിദ്ധാജി മാറട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഇതില് അവതരണ ശൈലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലൊരു നമുക്കൊരു ആശയക്കുഴപ്പം വരുന്നത്, ഇതില് മുന്നിട്ട് നിൽക്കുന്ന മൂർത്തിജി ആണോ പ്രസീതാജി ആണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം വരുന്നു. നമ്മൾ കുറെ നാള് പറഞ്ഞിരുന്ന മൂർത്തിയാണ് ഇതിന്റെയൊക്കെ ആളെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ അത് തിരിച്ചു പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയേണ്ട ഒരു രീതിയിലേക്ക് മാറി. ഞാനും പ്രദീപ് സാറും കൂടി ഇരുന്നാണ് അവിടെ ചെന്നിരുന്നത്. ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഒരുപാട് തിരക്കിലെന്ന മൂർത്തി ഞങ്ങളുടെ ഒപ്പം ഇറങ്ങിപ്പോരുന്നു. അങ്ങനെ ഇറങ്ങി പോരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് സപ്പോർട്ട് എന്തോരം ഉണ്ടാകുന്നുള്ളതാണ്. ഈ കടയും മാനേജ് ചെയ്യണം, അവിടുത്തെ തൊഴിലാളികൾ വീടും മാനേജ് ചെയ്യണം. ഈ ആള് സ്വതന്ത്രമായിട്ട് നമ്മളുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാണ്. അന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് കറങ്ങി അതിന് ശേഷമുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് തോന്നിയിരുന്നത്, ഈ നമ്മളെ യോഗയില് നമ്മൾ വരുമ്പോ തോന്നുന്നത് മൂർത്തിജിയാണ് ഇതിന്റെ ഭയങ്കര ആളെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും മൂർത്തിജി അത്രയും കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം. നമുക്ക് ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കിട്ട് പറയുന്നു. നമ്മൾ പ്രദീപ് സാറിന് ഓർമ്മയുണ്ടല്ലോ, ഈ ആള് ഉറക്കം നിന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴി 1 മണിക്കൂർ റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഉറങ്ങിയിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അതിന് ഒരുമാതിരി പെട്ടെന്ന് ഒരാൾ അത്രയും തയ്യാറാകില്ല ക്ഷീണം വരുമ്പോൾ. പക്ഷെ അതിനൊരു മടിയില്ലാതെ ഞങ്ങളുടെ ഒപ്പം പോന്ന് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് ഇതേപോലെ തന്നെ ഞങ്ങള് ഒരുപാട് താമസിച്ചാണ് വീട്ടിലെത്തിയത്. പുലർച്ചെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ സാധനങ്ങൾ രാവിലത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയായെന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള സംരംഭകത്തിന് ഇടയ്ക്കും ഇതിനെല്ലാത്തിനും സമയം കാണുന്ന പ്രസീതാജിക്കും ഭയങ്കര ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇവരുടെ കടകൾ ഉയരങ്ങളിലേക്ക് ജഗദീശ്വരൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയും ആരെങ്കിലും ഉണ്ടോ എറണാകുളത്തുനിന്ന്? എറണാകുളത്തുനിന്ന് നാനുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രസിദ്ധജിയുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിലും എനിക്ക് ഒരു അതിശയം തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എല്ലാം ബിസിനസ് കുടുംബത്തിലാണ്. ഒരു വീട്ടിലെ ആ ബിസിനസ് നടത്തുന്ന ഒരാള് ഫ്രീ ആയിട്ട് ഇപ്പോ മൂർത്തിജി ഗുജറാത്ത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചകളോളം പുറത്ത് നമ്മുടെ ഇതിൽ നിന്ന് പുറത്ത് പോയിട്ട് പർച്ചേസിങ്ങിന് പോകുമ്പോ ഒരു സ്ത്രീ അത് മാനേജ് ചെയ്യുക. അവിടെ ആരെങ്കിലും സ്ട്രോങ് ആയിട്ട് ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഒരാൾക്കും ഒരു നിമിഷം 1 മണിക്കൂർ പോലും ആ സ്ഥാപനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഈ ബിസിനസ്സുകാരുടെ ഒരു മൈനസ് പോയിന്റ് അതാണ്. ഇപ്പൊ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാലും എന്ത് ടെൻഷൻ അവർ അനുഭവിക്കുന്ന വെച്ചാൽ എന്റെ കൂടെ ഉള്ള ഒരാളെ എനിക്കറിയാം. ഇത്രയും വലിയ നിങ്ങൾ ഇത്രയും തിരക്കുള്ളവർ, നിങ്ങൾ ഇവിടെ അത്രയും തിരക്കില്ലാത്ത ആള് പോലും ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ അതിന് പറയുന്ന ന്യായീകരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, ജീവിതം മടുക്കും. പക്ഷെ അതിലെല്ലാം നിന്നും ഒരു സ്ത്രീ ആയിട്ട് ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ കൂടെ ഭാര്യയായിട്ടും അതിന്റെ കൂടെ തന്നെ ഒരു സഹ ജോലി അവരുടെ പകുതി
പ്രഷറും കൂടി വാങ്ങിച്ചിട്ട് ജീവിക്കണമെങ്കിൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ പ്രസിദ്ധജിയെ ആദ്യം കണ്ടത് നമ്മുടെ ചെറായിൽ വെച്ചിട്ടാണ്. ഈ അവരുടെ ഒരു പ്രസൻസും ആ ഒരു എന്ത് ഒരു ഇതും ഉണ്ടെങ്കിലും ഒരു ചിരിയോടുകൂടി അത് ഹാൻഡിൽ ചെയ്യുന്ന ആ രീതിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഉള്ള ഓരോരോ വ്യക്തികളും എനിക്കൊരു മോറൽ എന്റെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഓരോരോ പോയിന്റ്സ് ഉണ്ടാക്കി തരുന്ന വ്യക്തികളാണ്. ഇവിടെ ഓരോരുത്തരും എനിക്ക് എന്റെ ലൈഫിൽ ഓരോരോ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ പ്രസിദ്ധജി എന്നെ കണ്ടപ്പോ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് എന്ത് കാര്യം ഉണ്ടാകും ചിരിച്ചുകൊണ്ട് അത് നേരിടുക. പിന്നെ ആരോഗ്യ പ്രശ്നം പറഞ്ഞായിരുന്നു. ഒരു സ്ഥാപനം നമുക്ക് ഈ നടുവേദനയും കാലുവേദനയും ഉള്ളവർ നമുക്ക് എത്ര നേരം നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ ഇരിക്കാൻ പറ്റുമെന്ന് അനുഭവപൂർവ്വം അറിയുന്ന ഒരാളായത് കൊണ്ടും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയും മാനേജ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം മുഴുവനാക്കി നന്നാക്കി ആരോഗ്യം തരാനും ഈ ക്ഷമ കൂടെ നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല പേഷ്യൻ വേണം, നല്ല ക്ഷമ വേണം ജീവിതത്തിൽ. അത് ഇനിയും കൂടി കൂട്ടി തരാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട കാര്യം, കൊറോണ വന്നിട്ട് അതിനെ അതിജീവിച്ച ബിസിനസ്സുകാരെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ഒന്നാമത് ആണുങ്ങൾക്ക് കാശില്ല എന്ന് പറയുന്നതോടുകൂടി കാശ് വന്നു കഴിഞ്ഞാൽ ആണുങ്ങളുടെ പല പ്രശ്നങ്ങളും തീരും. പക്ഷെ പെണ്ണുങ്ങൾക്ക് കാശ് മാത്രമല്ല പ്രശ്നം, പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അതിനെല്ലാം ഒരു കൂടെ നിന്ന് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മനസ്സ്, അത് ഇപ്പൊ നമ്മള് ഇപ്പൊ മൂർത്തിജി ഇപ്പൊ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു ആണ് ഇറങ്ങി പോകുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ പെണ്ണ് എത്രത്തോളം സ്ട്രോങ്ങും എത്രത്തോളം സപ്പോർട്ടും എത്രത്തോളം അഡ്ജസ്റ്റ്മെന്റും ഉണ്ടെങ്കിൽ മാത്രം ഒരു ആണ് സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം സമൂഹത്തിൽ ഇറങ്ങിപ്പോയി പണിയെടുക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ മൂർത്തിജിക്ക് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ 80% സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നു നമ്മളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പ്രസിദ്ധജിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്റെ മോറൽ പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു. എല്ലാ ആരോഗ്യവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ എറണാകുളംകാരെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനിയും വടക്കോട്ടുള്ളവരാണ്. ഹരി സാർ ഉണ്ടോ? പാലക്കാട്. ഹരിജി, അനിൽജി, വിനോദൻ സാറാണല്ലോ. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസിദ്ധജി ആദ്യമായി കാണുന്നത് കണ്ണൂർ യാത്ര വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വർത്തമാനം പറയും. അപ്പൊ നമുക്ക് അറിഞ്ഞിട്ടുള്ളത് തന്നെ വീരേന്ദ്രകുമാർ സാറിന്റെ ഫാമിലിപ്പെട്ടാണ്, റോയലാണ്. നമ്മൾ ആ രീതിയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. വയനാട് മൊത്തം അവരുടെ കയ്യിലാണ്. അപ്പൊ ഈ കഴിഞ്ഞ വയനാട് ട്രിപ്പിലും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ പിന്നെ അപ്പോഴും പറയണ്ടായിരുന്നു, കുട്ടികൾ ട്രെയിനിൽ അവിടെ നിന്ന് വരുന്നുണ്ട്, ഞങ്ങൾ അവരെ ഇവിടെ വെച്ച് കോഴിക്കോട് വെച്ച് കാണും, അവരിന്ന് വൈകുന്നേരം എത്തും. കുട്ടികളൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇവരൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു ടെൻഷനും ഇല്ല മുഖഭാവം. അപ്പൊ അതിന്റെ രഹസ്യം ഇതാണ്, ഇവര് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു. രണ്ടുപേരും നല്ല സിനർജി ഉണ്ട്, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ. അത് സംഭവിക്കുന്നത് വളരെ ചില ഫാമിലികളിൽ സംഭവിക്കാറുണ്ട്, ചിലവിടെ സംഭവിക്കാറില്ല. അത് സംഭവിക്കുന്നവിടെ ഐശ്വര്യം ഉണ്ടാവും. അത് മറ്റേ ശ്രീനാരായണ ഗുരു പറഞ്ഞ മാതിരി ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടെ കഴിയുമെങ്കിൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. ഇല്ലാത്തവിടെ കുറയും, അതൊരു സംശയമില്ല. വളരെ സന്തോഷം സാറിന്റെ സപ്പോർട്ടും മാഡത്തിന്റെ ഹാർഡ് വർക്കും കുട്ടികളുടെ സഹകരണവും അങ്ങനെ വളരെ. പിന്നെ അതിലുപരി ഞാൻ ഊട്ടിയിലും ബാംഗ്ലൂരും ഒക്കെ ഈ ഫാമിലിയൊക്കെ ആയിട്ട്, ഈ ജൈന ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ട്. അവരുടെ അപ്രോച്ചൊക്കെ വളരെ സമീപനം വളരെ വ്യത്യാസമാണ് മറ്റുള്ളവരെന്ന് വെച്ച് നോക്കി. അപ്പൊ അതൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട് പ്രസിദ്ധജിയിൽ, ആ സോഫ്റ്റ്നെസ് ഒക്കെ. പിന്നെ മൂർത്തിജിയുടെ കട്ട സപ്പോർട്ടും വളരെ സരസമായിട്ട് ഏത് കാര്യത്തിനും. ഞാൻ യോഗ ക്ലാസ് പോസ്റ്റ് ചെയ്തപ്പോ ചോദിച്ചു, ഇത് കഴിഞ്ഞിട്ട് യോഗ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഉള്ള ആ ഒരു റെസ്പോൺസ് ഉള്ളത് രസകരമാണ്. വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ. ഇനിയും പാലക്കാട് ആരെങ്കിലും ഉണ്ടോ? പാലക്കാട് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. ഇനി കേരളക്കാർ തന്നെ അതിന്റെ താരം ഉള്ളു. ഇനിയും അല്ല, നമ്മുടെ വിനോദൻ സാറുണ്ട്, പിന്നെ അനിൽജി, ഇനി രണ്ടുപേരും കൂടെ ഉള്ളൂ പറയാൻ. ഓക്കെ. സാർ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കൂടിയായിരുന്നു സാർ ഇത്. പ്രസിദ്ധജിയുടെ ജീവിതാനുഭവങ്ങൾ എല്ലാവർക്കും മോട്ടിവേഷൻ ആണ്. പിന്നെ
വേറൊരു കാര്യം, ഈ മോട്ടിവേഷൻ ഈ യങ് യൂത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകേണ്ടതാണ്. കാരണം ഒരു വക ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗവൺമെന്റ് ജോബിനെ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ ഇതുപോലെ തുടങ്ങുന്ന സംരംഭങ്ങൾ വളരെ വിജയിക്കാൻ പറ്റുന്ന ഉള്ള കാര്യം കൂടിയാണ് ജീവിതാനുഭവത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ യുവതലമുറക്ക് കൂടി ഈ ജീവിത അനുഭവം പങ്കുവെച്ചാൽ വളരെ നന്നായിരിക്കും. ഗവൺമെന്റ് ജോബിന്റെ പിന്നാലെ ഓടാതെ ഇതുപോലെ സംരംഭങ്ങളിലേക്കും കൂടി വന്നാൽ നമ്മുടെ ജീവിതം വളരെ വിജയപ്രദമാക്കാൻ പറ്റുന്നുള്ള ഒരു മോട്ടിവേഷനാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഞാൻ ദീർഘിക്കുന്നില്ല. എല്ലാ നന്മകളും നേരുന്നു. ഇനിയും ഈ സംരംഭം വളരെ ഉന്നതങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. മൈക്ക് കാനഡയിലേക്ക്. ഏവർക്കും നമസ്കാരം. കാനഡയുടെ തലസ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ്. ജീവിത കഥ കേട്ട് അഭിനന്ദിക്കുന്നു. അതിൽ മൂർത്തിജിയുടെ പങ്കും സപ്പോർട്ടും ഉണ്ടെന്ന് നമുക്കറിയാം. അതിന് മൂർത്തിജിയെ അഭിനന്ദിക്കുന്നു. പിന്നെ എനിക്കുള്ള ഒരു ചോദ്യം, പ്രസീതാജിയുടെ ഡിസൈനിങ് വിട്ടതിൽ എപ്പോഴെങ്കിലും ഒരു സൈഡിലാക്കിയതിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ചിന്ത വന്നിട്ടുണ്ടോ? അതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫേമസ് ആവുമായിരുന്നോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. അതിലൊന്ന് ഉത്തരം പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ഡിസൈൻ ചെയ്തപ്പോ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഏറ്റവും സന്തോഷം ഇപ്പൊ ഷോപ്പ് നടത്തുന്നതിലൊന്നും അല്ലായിരുന്നു എനിക്ക് സന്തോഷം, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുമ്പോഴായിരുന്നു. ആ ഒരു ഡിസൈനിങ് വേറൊരാൾക്കും ഉണ്ടാവില്ല. അപ്പൊ അതിലൊരു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തിരക്ക് കാരണം എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ആണ് കവിതയും കഥയും എഴുതുമ്പോൾ തന്നെയാണ് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിന് മനസ്സ് ഭയങ്കര ഒരു ഏകാഗ്രത തന്നെ വേണം. അല്ലാതെ നമ്മളെ തിരക്കിനിടയിലൊന്നും ചെയ്താൽ അത് ശരിയാവില്ല. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞാ പുതിയ ഇപ്പൊ ഞാൻ അതിന്റെ ടച്ച് വിട്ടുപോയി. അപ്പൊ ആ ടച്ച് കുറെ കാലമായിട്ട് വിട്ടത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനിയും അത് പൊടിതട്ടി കൊണ്ടുവരാം എന്നുള്ള ഒരു തോന്നലുണ്ട്. ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. കാനഡയുടെ സംസ്ഥാനത്ത് നിന്ന് ക്യാമറ വുമൺ ശുഭാജിയോടൊപ്പം അനിൽകുമാർ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളായിട്ട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. എന്നിട്ട് ഒരു മറുപടി പ്രസംഗം കൂടി മറുപടി കൂടെ അതിന് ഈ സെക്ഷനെ കുറിച്ച് പ്രസീതാജിക്ക് ഇപ്പോഴുള്ള ആ ഒരു വികാരം കൂടി പ്രകടിപ്പിച്ചതിന് ശേഷം ഔദ്യോഗികമായ നന്ദി പ്രകാശനത്തിലേക്ക് നമുക്ക് പോകാം. ഏതായാലും ഞാൻ തന്നെ അതിനു മുമ്പ് ഈ പ്രസീതാജിയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ ഒന്നും മിണ്ടിയില്ല. അതന്നെ ഞാനും പറയാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നത്. മൂർത്തിജിക്ക് എന്തുകൊണ്ട് മൈക്ക് കൊടുത്തില്ല? ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങളോട് പറയണേ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർത്തില്ല. ഞാൻ ഇതിനെ അങ്ങോട്ടൊന്ന് ഇതിന്റെ മുഴുവൻ മനസ്സിൽ കയറിയിട്ട് ഞാനൊരു ചെറിയ ടെൻഷനാണ്. അതുകൊണ്ടാണ് ചിലതെല്ലാം വിട്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മൂർത്തിജിയുടെ കമന്റിയുടെ ശേഷം വേണം ആളുകൾ ചോദ്യങ്ങൾ പ്രസീതയോട് ചോദിക്കേണ്ടത്. ശേഷം മറുപടി പറയണം. അതിനുശേഷം വേണം നന്ദി പറയാൻ. അംബികാജി എന്താ പറയാൻ വന്നല്ലോ? ഞാൻ പറയാൻ വിട്ടുപോയത്, ഇവര് എത്ര തിരക്കിലാണെങ്കിലും ഇവര് രണ്ടുപേരും ഇവിടുന്ന് എത്ര പേര് ചെന്നാലും അവരോട് കാണിക്കുന്ന ഒരു ആതിഥ്യ മര്യാദയുണ്ടല്ലോ, ആ സ്നേഹം, ആ ഒരു കരുതല്, അതൊക്കെ ഒരു ഭയങ്കര എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷെ വിട്ടുപോയതാ. ഇതിൽ മൂർത്തിജിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നത് പ്രസീതാജിയെ കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ്. മൂർത്തിജിയെ കുറിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്.
വേറൊരു അവസരത്തിൽ നാം പറയും കേട്ടോ. മൂർത്തിജി സ്റ്റാർട്ട് ചെയ്തോ? ഞാനാണോ? ആശാനെ തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. അല്ല, നമ്മളിങ്ങനെ പാത്രം കഴുകി പോണ ഒരാളാണ്. ഇതാളാണ് അനിൽജി ആരെങ്കിലും ചോദിച്ചത്. എന്തായാലും പിന്നെ ഈ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, പ്രസീത ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമുക്കൊന്നും ഈ ഏറ്റവും വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിടാറുള്ളത് ഞങ്ങൾക്ക് ഒരുവിധ ആഘോഷങ്ങളും ഇല്ലാതുണ്ട്. ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഞങ്ങൾ തിരക്കിലായിരിക്കും. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാറ് ഭയങ്കര പ്രശ്നം. എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ കടയിൽ തിരക്കിലായിരിക്കും. അപ്പൊ അതാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ചിലപ്പോഴൊക്കെ തോന്നും അത് നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ കടയിൽ ചെയ്യും. പിന്നെ അവരും ഉണ്ടല്ലോ നമ്മളെ കൂടെ. പിന്നെ കടയിലെ ആൾക്കാരൊക്കെ പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യുന്ന കൃഷി തന്നെ. അപ്പൊ അവരൊക്കെ അത് ആ കാര്യങ്ങളിലൊക്കെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, കാര്യങ്ങളാണ് കൃഷി ചെയ്യാറുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് പ്രസിദ്ധമാണ്. പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. നാളെ ഇവിടെ ജീവിക്കേണ്ടതല്ലേ. എന്തിനാ പറയാൻ ഇത്ര മടി? അതന്നെയാ പറയാവുന്നത്. ഭാര്യയെ കുറിച്ച് പറയാൻ പറഞ്ഞില്ല. ഭാര്യകൾക്ക് കുറെ കുറ്റവും കുറവൊക്കെ ഉണ്ടാകും. പക്ഷെ ഞങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ കോ വർക്കറെ കുറിച്ചാണ്, നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭാര്യയെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഏറ്റവും കുറവല്ല അമിതാജി, കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ. പിന്നെ കടയില് തിരക്കുള്ളത് കൊണ്ട് ഇതൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള മനപ്രയാസം വേണ്ട. ലക്ഷ്യം അതാണല്ലോ, കടയിൽ തിരക്കുണ്ടാവുക എന്നുള്ളത്. അല്ല മൂർത്തിജി, ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും വലിയൊരു സംരംഭം നടത്തുന്നതിന്റെ ഇടയിൽ നിങ്ങൾ എല്ലാ ഗെറ്റ് ടുഗദറിനും നിങ്ങൾ ഒരിക്കലും മുടങ്ങാതെ വല്ലത്തിനും അതിന് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അത് തന്നെയാണോ കഴിഞ്ഞ ഗെറ്റ് ടുഗദർ മുഴുവനും ഓർഗനൈസ് ചെയ്ത് തന്നത് മൂർത്തിജിയല്ലേ? അതെ. കഴിഞ്ഞ ഗെറ്റ് ടുഗദർ തന്നെയല്ല, എനിക്ക് ആ കൊട്ടിയൂര് പോയ ആ ട്രിപ്പ്, എനിക്ക് ആ മൂർത്തിജിയുടെ ആ എഫർട്ട് എടുത്ത് ഞങ്ങളെ എല്ലാ അമ്പലത്തിലും കൊണ്ടുപോയി. അത് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇത്രയും അമ്പലങ്ങളിൽ ആ മൂർത്തിജി ഞങ്ങളെല്ലാരും കൊണ്ടുപോകുമ്പോൾ നമ്മള് പകുതി അമ്പലവും കാണില്ലായിരുന്നു. അതെ. എനിക്കതൊരു ഓർക്കുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷം. എന്താ പറയണ്ടേന്ന് അറിയാത്തൊരു. ഇങ്ങനെ ഒരു നല്ല രണ്ട് വ്യക്തിത്വത്തെ കണ്ടുമുട്ടാനും നിങ്ങളോട് എന്നും കൂട്ടായിരിക്കാനും ദൈവം തമ്പുരാൻ തന്ന കൃപയ്ക്ക് ഞാൻ പറയാം. ജോഷി സാർ ചോദിച്ച പോലെ എനിക്ക് പ്രസീതയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് വലിയ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്റെ മക്കൾ അത് എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്റെ മോൻ പറയും, പിന്നെ ഈ ചൂനാട് ജംഗ്ഷനിൽ ഇല്ലാത്ത കടകളൊന്നും ഇല്ല, ഇനി അമ്മ അങ്ങോട്ട് തുടങ്ങാത്ത കുഴപ്പമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ എന്തോ ചെയ്യണ്ടേ, അതിന് എന്തെങ്കിലും ഒരു പ്രോത്സാഹനം തരാൻ ആളുണ്ടോ? പിന്നെ ഇനി റിട്ടയർഡ് ലൈഫിൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് എനിക്ക് ഇരിക്കുമ്പോ എനിക്ക് ആകപ്പാടെ ബോറിംഗ് ആയി പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗാർഡനിലോട്ട് തിരിഞ്ഞാലോ എന്ന് ഇങ്ങനെ ഒരു വിചാരത്തിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കളക്ട് ചെയ്ത് അതിന്റെ പുറകിൽ നടക്കുന്നു. ബ്രാഞ്ച് തുടങ്ങാം ബിന്ദു അവിടെ. ബിന്ദുജി, നമ്മള് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതിന് ബിസിനസ് ഒരു കടയിട്ട് അങ്ങനെ തുടങ്ങണമെന്ന് ഒന്നും ഇല്ല. പിന്നെ മക്കളുടെ നിരുത്സാഹപ്പെടുത്തുന്ന മക്കളുടെ കാര്യം ഒന്ന് ഇഗ്നോർ ചെയ്യുക. മക്കള് നമ്മളെ ഉണ്ടാക്കിയവരല്ല. നമ്മൾക്ക് പെൻഷൻ വരും, നമ്മുടെ കൈ കാശുണ്ടാകും. നമ്മള് എന്തായാലും ജീവിക്കുന്ന കാലം അവരവരുടെ തിരക്കിലായിരിക്കും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സോ അവരുടെ കാര്യം നോക്കണ്ട. വേറെ എന്തെങ്കിലും കടയെടുത്തിട്ട് ഒരു ഇത് തുടങ്ങണമെന്നൊന്നല്ല. അറിയാവുന്ന ഇപ്പൊ പറഞ്ഞ പോലെ ഗാർഡനിങ് തന്നെ, വീട്ടിൽ തന്നെ നഴ്സറി പോലൊക്കെ തുടങ്ങാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. അല്ലാതെ ആരുടെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക, അത് ആരായാലും. അപ്പൊ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ആർക്കെങ്കിലും നമുക്ക് ഈ സമയത്തെ കുറിച്ചുള്ള ഒരു ഒരു വലിയ പ്രശ്നം എന്റെ മനസ്സിൽ കിടന്നല്ലോ. ഇപ്പൊ തന്നെ 6:51. ആരെങ്കിലും ഈ പ്രസീതാജിയോട് ഈ ക്ലാസിന്റെ വെളിച്ചത്തിൽ വല്ല ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയം ചോദ്യം ചോദിക്കാം.
അപ്പൊ നമുക്ക് ആളിൽ നിന്ന് ചോദ്യത്തിന് മറുപടി. ബാക്കി നമുക്ക് ചർച്ചകൾ ബാക്കി ദിവസങ്ങളുണ്ടല്ലോ. ഓക്കെ, ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മള് എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിച്ച് ഇപ്പൊ പ്രസീതാജി എങ്ങനെയാണ് ഈ ടെക്സ്റ്റൈൽസ് ബിസിനസ് സെലക്ട് ചെയ്തത്? ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ മൂർത്തിജി അത് തുടങ്ങിയത് കൊണ്ട് അതിന്റെ കൂടെ പോയിട്ട് എങ്ങനെയാണ് ഇതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താ? ഞാന് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് ഒരു കാരണമാണ്. പിന്നെന്ന് പറഞ്ഞാല് ഞാൻ 2 കൊല്ലത്തോളം വീട്ടിൽ ഇരുന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ആവശ്യപ്പെടുക, നിങ്ങൾക്കൊരു ഷോപ്പ് ഇട്ടൂടെ പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം മുന്നിൽ വന്നത്. അപ്പൊ ബിന്ദുജി പറഞ്ഞ പോലെ തുടക്കത്തില് മക്കളിപ്പോ നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞു. അതേപോലെ എന്റെ കുടുംബത്തില് എന്റെ മക്കൾ അന്ന് ചെറിയ മക്കളായിരുന്നു. ഞാന് ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചെറിയ മോളെ ഞാൻ തൊട്ടില് ഇട്ടിട്ട് അവിടെ 4 മണിക്കൂറോളം കിടന്ന് ഉറങ്ങിയിരുന്നു. 4 മണിക്കൂർ ആ സമയത്തായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നു. സാരി ഡിസൈൻ ചെയ്തതൊക്കെ ആ സമയത്തായിരുന്നു. അപ്പം ഷോപ്പ് ഇടാൻ വിചാരിച്ചപ്പോ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്, കുടുംബങ്ങളൊക്കെ പറഞ്ഞത്, മക്കളൊക്കെ ചെറുതല്ലേ, അവരെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു. പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട. അപ്പൊ രാമേട്ടനും സംശയം പറഞ്ഞു. ഇവരൊക്കെ അത് പറഞ്ഞപ്പം സംശയം പറഞ്ഞു. പക്ഷെ എനിക്കൊരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് പറ്റുന്നുള്ള. പിന്നെ രാമേട്ടന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഞാനത് ആത്മവിശ്വാസത്തോടെ പറഞ്ഞപ്പോ എങ്കിലും തുടങ്ങാന്നുള്ള ആ ഒരു ഇതും എല്ലാ സപ്പോർട്ടും കൂടെ ആയത്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ രണ്ടും ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങും? അയ്യോ, ഞങ്ങള് ഉറക്കിന്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ടൈമില്ല. ഒരു 11 മണി എന്തായാലും കഴിഞ്ഞ് 11-11:30 ഉള്ളിലാണ് കിടക്കാറുള്ളത്. 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ യോഗയില് വരാത്ത സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ നേരം വൈകിയായിരിക്കും ഉറങ്ങാറുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയില്ല. പിന്നെ സീസൺ സമയത്ത് തീരെ ഉറക്കില്ല എന്ന് തന്നെ പറയാം. സീസൺ സമയത്ത് 2 മണി, ഈ കഴിഞ്ഞ സീസണിൽ 3 മണിക്ക് വീട്ടിലെത്തിയ സമയം ഉണ്ടായിരുന്നു. രാവിലെ ആവുമ്പോൾ പിന്നെയും ഷോപ്പിലേക്ക് തന്നെ പോണം. പക്ഷെ എത്ര തിരക്കായാലും ഞങ്ങൾക്കത് ഭയങ്കര എന്താ പറയാ, ആവേശമായിരുന്നു. ആ സമയത്തൊക്കെ എവിടുന്നാണ് ഞങ്ങൾക്കൊരു ശക്തി കിട്ടുന്നത് അറിയില്ല. എത്ര ടയേർഡായാലും രാവിലെ ആവുമ്പോ ഞങ്ങൾ. ഇനി ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? താങ്ക് യു. ഇനി ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ പ്രസീതാജി ക്ലാസ് കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ ആ ഒരു വികാരം, ക്ലാസ് എടുക്കാൻ മുമ്പുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇത് പറയുമ്പോഴുണ്ടായിരുന്നത് ഇപ്പോഴുള്ളത് ഒന്ന് പെട്ടെന്നൊന്ന് റിഫ്ലക്ട് ചെയ്യണം. ഇതിനുമുമ്പ് ഞാൻ എൻ്റെ ഒരു ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ധന്യനായി. വളരെ സുന്ദരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായി ഈ പരിപാടി നടന്നു. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. എല്ലാ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചത്തേക്ക് ഓരോരുത്തരും തയ്യാറാകുക. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ മുന്നേ ഓരോരുത്തരും ഞാൻ അടുത്ത മാസം ചെയ്യാം, അല്ലെങ്കിൽ ഇന്നൊരു മാസത്തെ, ഇപ്പൊ തന്നെ പറഞ്ഞു, ഏതായാലും 1 വർഷത്തിൽ 12 മാസമേ ഉള്ളൂ. ഇഷ്ടംപോലെ ആള് നമ്മളുണ്ട്. ഓരോരുത്തരും ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ഒന്ന് സ്വയം പ്രകാശിപ്പിക്കാനായിട്ടുള്ള ഓരോരുത്തരുടെയും അവസരമായിട്ട് അതിനെ കണ്ടുകൊണ്ട് ഒന്ന് ഭദ്രമായിട്ട് എഴുതി തയ്യാറാക്കി ഒരു 15-20 മിനിറ്റിൽ ഒതുങ്ങുന്ന നല്ല ഒരു ഭംഗിയായ ഒരു പ്രസന്റേഷനോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളാകാം, ഇനിയിപ്പോ നല്ല കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വിനോദ പരിപാടിയായിട്ടോ അതിനെ മാറ്റാം. ഏതായാലും ഓരോരുത്തരുടെ ഒരു സ്പെഷ്യൽ ടച്ച്. എന്നിട്ട് ഇതുപോലെ വിലയിരുത്തണം. വിലയിരുത്തിയപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുമാണ് നമ്മൾ ഈ ആളിനെ ഇപ്പൊ കുറെ കൂടി, ഈ മൂർത്തിജിയും പ്രസീതാജിയും എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു അടുപ്പവും കുറെ കൂടി അറിവും നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അടുപ്പത്തിലേക്ക് ഈ ഗ്രൂപ്പ് മാറട്ടെ. ഞാൻ നിർത്തുന്നു. പിന്നെ പ്രസീതാജിക്ക് മറുപടി പറയാം, തുടർന്ന് ഗീതാജി നന്ദി പറയും. പിന്നെ ഇരുന്നുകൊണ്ട് വർത്താനം പറയാൻ നേരമുള്ളവരെല്ലാം ഇരുന്ന് വർത്താനം പറഞ്ഞോളുക.
അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് പല ആൾക്കാരും ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഉള്ളൊരു സംഗതി പറയാറ്, പ്രസ്തുത ഈ സാരി ഡിസൈൻ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു കട അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കട തുടങ്ങിയത്. സാധാരണഗതിയിൽ ബിസിനസ് അല്ല, ഏത് കലകളാവട്ടെ, ഇനി ഏത് സ്പോർട്സ് ആവട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ഒരു 6 വർഷം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 വർഷം 7 വർഷമെങ്കിലും അതിൽ കണ്ടിന്യൂ ചെയ്യാൻ മനസ്സുള്ളവരെ ആ പരിപാടിക്ക് പോയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത്. ഒരു ഒരു ഡോക്ടർ MBBS ഡിഗ്രി എടുക്കണേ വേണം 6 വർഷം. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളൊരു 3 മാസം 6 മാസം അതിന് പിന്തിരിയും പലരും. ഞാൻ പ്രസീതയെ വളരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രസീത എപ്പോൾ പിന്നോട്ട് പോകും, എപ്പോൾ പിന്നോട്ട് പോകും. പക്ഷെ പ്രസീത 18 വർഷമായിട്ട് മുന്നോട്ട് പോയിരുന്നതാണ് പ്രസീതയുടെ വിജയം. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാല് നമ്മള് പല പ്രതിസന്ധികൾ, ഇതിപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഇന്നും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു. അപ്പൊ ഓരോ ദിവസവും ഇതിങ്ങനെ വെല്ലുവിളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മറ്റത് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും മെസ്സേജ് വരും, ഞങ്ങൾ 4 ലീവാണ്, 2 ലീവാണ് പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഒരു പ്രതിഭാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ പ്രസീത നമ്പർ 1 ആണ്. ഇത് ബാക്കോട്ട് വെക്കുന്ന പരിപാടിയില്ല, ഇത് മാത്രമുള്ള കാര്യം. ഇപ്പൊ എന്നാ പറഞ്ഞ കേട്ടില്ല? 6:30 7 മണിയാകുമ്പോ എന്തോ പറഞ്ഞേ? 6:30 7 ഒക്കെ ആകുമ്പോഴാണ് ജോലിക്കാരെ വിളിക്കുക. ഞാനിന്ന് ലീവ് ആട്ടോ, നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്. അതായത് ഒരു ബംഗാളിയോ ഹിന്ദിക്കാരനാണെങ്കിൽ അവൻ സ്ഥിരമായിട്ടുണ്ടാവും. ഇതാണ് അവരെയൊക്കെ വെക്കാൻ കാര്യം. എല്ലാവരും പറയും ഹോട്ടലിലൊക്കെ ഹിന്ദിക്കാരാണ് എന്നൊക്കെ പറയും. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ അവര് ജോലിക്ക് കൃത്യമായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലെ ജോലിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാല് ഒരിക്കലും സമയകൃത്യത പാലിക്കൂല. പക്ഷെ ഞങ്ങളുടെ ജോലിക്കാർ കുറെ പ്രായണ ഭേദമാണ്. പക്ഷെ എങ്കിലും ചിലരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് പറയാൻ പറ്റില്ല. ജോഷി സാറ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഇത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. ഇത് നോക്കാതെ പറയണം, പക്ഷെ എന്റെ തിരക്ക് കാരണം എനിക്കിത് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇന്നലെയാണ് ഞാൻ മോളെടുത്തായാലും സംസാരിച്ച് നോക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോ രാമണ്ണ നീ നോക്കി വായിച്ചോ, അത് കുഴപ്പമില്ല, നമ്മളെ ടീമല്ലേ, നമ്മളെ ഫാമിലി അല്ലേ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് സന്തോഷമായി. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷമായി. ആ ഒരു വിഷമം മാറിക്കിട്ടിയതായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാറേ, പിന്നെ നമ്മളെ ഈ ഒരു യോഗയിൽ വന്ന ശേഷം ഇതിലുള്ള ഓരോ ആൾക്കാരും ഓരോ ജമ്മാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഓരോരുത്തരുടെ നിന്നും ഞങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതാണ് ഓരോരോ ആൾക്കാരെടുത്തു ഓരോരോ സംഗതികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രദീപ് സാറൊക്കെ ചിലപ്പോൾ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര നമുക്ക് അങ്ങനെ വിലമതിക്കാൻ പറ്റുന്നു. അപ്പൊ അതുപോലുള്ള ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളതെന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മളെ തിരുത്താൻ പറഞ്ഞു തരാനൊന്നും ആൾക്കാർ നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ അങ്ങനെയുള്ള ഗ്രൂപ്പാണ് നമ്മൾ. അപ്പൊ ഓരോ കാര്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചു ചോദിക്കാൻ പറ്റിയ ആൾക്കാർ, അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. ഈ അവസരത്തിൽ ഇപ്പൊ രാധാജിയൊക്കെ ഗീതാ ക്ലാസ് നടത്തുന്നത് പ്രസീത അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഗീതാ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ ഓരോരോ ആൾക്കാരും അപ്പൊ എല്ലാ ദിവസവും എല്ലാവരെയും കണ്ടില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് വലിയൊരു മോട്ടിവേഷൻ ആണ് നമ്മുടെ ഈ ഗ്രൂപ്പ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പ്രത്യേകം പറയണം. മറുപടി കഴിഞ്ഞോ? ഇല്ല. അല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് രാധാജിയുടെ ക്ലാസ് കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു വിഷമമായിട്ട് തോന്നാറുള്ളത്. എന്നുവെച്ചാൽ വ്യാഴാഴ്ച 8 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയും, രാമേട്ടാ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന്. പക്ഷെ ഒരു തരത്തിലും എനിക്ക് വിളിക്കില്ല. ഞാൻ അവിടെ ഷോപ്പിൽ തന്നെ ഇരുന്നിട്ടാണ്. അപ്പൊ എനിക്കതൊരു ഭയങ്കര വിഷമം തന്നെ. അവസരത്തില് ഞാൻ അപേക്ഷിക്കുകയാണ് വ്യാഴാഴ്ച
ഗീതാജിയുടെ നന്ദി. നന്ദിയിലേക്ക് പോകാമല്ലോ. Yeah. ഗീത ടീച്ചറെ Yes, I'm here. അഭിപ്രായം കൂടി പറഞ്ഞ് നന്ദി പറയും. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് മൊത്തം കേട്ടു, എല്ലാവരുടെ അഭിപ്രായങ്ങളും കേട്ടു. ഈ നമ്മൾ കൊച്ചുകാലം പറയുന്നത് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ലീഡ്സ് ടു സക്സസ് എന്നല്ലേ? നമ്മളെ നയിക്കുന്നത് കഠിനാധ്വാനവും നമ്മുടെ ആത്മവിശ്വാസം, ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് പിന്നെ എന്റെ ബ്രോയുടെ ഒരു ഭയങ്കര സപ്പോർട്ട്. നമ്മള് ഭാര്യയും ഭർത്താവും ഒരേ ദിശയിലേക്ക് നോക്കണം, അല്ലാതെ ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറം യോജിക്കുന്നില്ല. കാരണം അപ്പുറം ഇപ്പുറം കാണുന്നില്ല, മനസ്സിലായോ? അതായത് നമ്മൾ ഒരേ ദിശയിൽ ചിന്തിക്കുക, ഒരേ ദിശയിലേക്ക് പോവുക, പരസ്പരം ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക. സാധാരണഗതിയിൽ ഒരു സ്ത്രീകള് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരിക്കുന്ന ആ അംഗത്തിലുള്ള അവരുണ്ടെങ്കിൽ കൂടുതൽ വിജയം അവിടെ ഉണ്ടാവും. അത് നോക്കിയാൽ അറിയാം. ഏതൊരു പ്രസ്ഥാനത്തിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സ്ഥാനം പുരുഷന്മാരെക്കാളും എന്താ പറയാ, ഒരു പുരുഷന്മാർ തന്ത്രശാലികളാണെങ്കിലും വളരെ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ്. മനസ്സിലായോ? അപ്പൊ ആ സ്ത്രീകളുടെ കഴിവ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയ മനസ്സ് എന്റെ ബ്രോയ്ക്കുണ്ട്. ഞാൻ 2021 ജൂൺ 6-നാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത അന്ന് തന്നെയാണ് എന്റെ ബ്രോയും പുഷ്പവും ഒക്കെ ജോയിൻ ചെയ്തത്, സന്ദേശം. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് തുടങ്ങിയ പാട്ടാണ്. പകൽ സമയങ്ങളിൽ ഞങ്ങൾ വളരെ നേരം സംസാരിക്കും. പ്രസീത ബെഡിലാണ്. നമ്മളൊരു 2 മണിക്കൂർ കണ്ടിന്യൂസ് സംസാരിക്കും. എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ 21-ലെ കോവിഡ് ടൈമിലൊക്കെ രണ്ടാമത് വന്നപ്പോൾ നമ്മൾ മണിക്കൂറോളം സംസാരിച്ച് കൂടുതൽ അടുപ്പം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അടുപ്പം ഇപ്പോഴും ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് അറിയാമായിരുന്നു, തമാശ രൂപത്തിലാണെങ്കിലും മുത്തിപ്ര പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ ഞാനിപ്പോ ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിഗ്രി ഉണ്ടെന്ന് പിടിപിടിക്കാന്ന് പുലിയാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. വളരെ സന്തോഷം. ഇനിയും ഒത്തിരി താണ്ടുവാൻ, മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ ഏറെയുണ്ട്. മനസ്സിലായോ? കുട്ടികളുടെ പരിചരണത്തില് ഏറ്റവും നല്ല ഒരു വീട്ടമ്മ, കട പരിപാലിക്കുന്നതില്, മാനേജ് ചെയ്യുന്നതില്, അതായത് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നതില്, ഇതൊക്കെ വളരെ നമുക്ക് ടാക്ടിക്സ് വേണം. നമ്മുടെ കൂടെയുള്ള കോർഡിനേറ്റ്സിനെ നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ ഒരു തന്ത്രം വേണം. അത് സ്നേഹപൂർവ്വം തന്ത്രമാണ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരുടെ അഭിപ്രായത്തിലും ഞാൻ യോജിക്കുകയാണ്. ഇനിയും ഉയരട്ടെ. ഉയരും. ഒരു പാട്ടല്ലേ, ഉയരുക എന്ന് പറഞ്ഞ് അല്ലെ? ഉണരൂ വേഗം നീ, ഉയരൂ ഇനിയും നീ എന്നാണ് പറയേണ്ടത്. ഇനിയും ഉയരട്ടെ. മക്കളെ കൊണ്ടുവെക്കെ നമ്മളെ ഞാനിപ്പോ ശരിക്കും എന്നറിയുമോ, നമ്മളിപ്പോ എത്ര തിരക്കാണെങ്കിലും ഇപ്പൊ ഓഫർ ഉണ്ടെങ്കിൽ പോലും ഒരാഗ്രഹം, നമ്മുടെ ആ ഒരു ചൈതന്യ കാണാൻ പോയില്ലേ ഗുരുവായൂര്, ഈ തിരക്കിനിടയ്ക്ക് അവിടെ പോയി, അതും ഒരു ആത്മവിശ്വാസമാണ്. എന്റെ കട അവിടെ നന്നായി നടക്കും, ഓഫർ കൊടുത്തിട്ടുണ്ട്, ആ ഉണ്ണിയേട്ടനെ കൊണ്ട് എന്റെ കട നടത്തിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് ആ സമയത്ത് ഗുരുവായൂരാണ്, ക്രിസ്മസ് ടൈമിൽ ഗുരുവായൂരാണ്, പീക്ക് ടൈമാണ് ബിസിനസിന്റെ. അതും ഒരു ആത്മവിശ്വാസമാണ്. അപ്പൊ നമ്മൾ വിശ്വസിച്ച് അർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി വരുന്ന എനിക്ക് തെളിവുണ്ട്. എനിക്കിപ്പോ തെളിവുകളോടെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എന്റെ പ്രിയപ്പെട്ട ബ്രോയ്ക്കും എന്റെ സഹോദരിക്കും. ഇനി ഇവിടെ ഈ ക്ലാസ് എടുക്കാൻ ജോഷ് സാറ് ജെമ്മാണല്ലോ. ജോഷ് സാർ നമ്മൾ മിണ്ടായിരിക്കുന്നതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. അപ്പൊ അതിൽ വിജയിച്ച ജോഷ് സാറിന് ആദ്യം നന്ദി പറയുന്നു. ഓക്കെ. പിന്നെ ഈ ക്ലാസ് നന്നായിട്ട് ഇതൊന്നും നോക്കി അതൊന്നും വിഷയമല്ല. കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലാകുന്നു, എത്രത്തോളം ഉള്ളിലെത്തുന്നു, അതാണ് നമ്മുടെ വിഷയം. അതായത് നോക്കി വായിച്ചു എനിക്ക് അങ്ങനെയൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് തന്ന പ്രസിദ്ധയ്ക്ക് എന്റെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ കൂടെ ഇരിക്കുന്ന ആ ഒരു മുത്തുണ്ടല്ലോ, മണിമുത്ത് ബ്രോ, ആ മുത്തിന് എന്റെ എല്ലാവിധ സ്നേഹവും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു തണലായി നിൽക്കുക, പരസ്പരം തണലായി നിൽക്കുക. ഓക്കെ. അതുപോലെ ഇവിടെ കേട്ടിരുന്ന ആദ്യമോട് അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങളുമായി ഓരോരുത്തർ മുന്നോട്ട് വരിക എന്നുള്ള ഒരു എന്താ പറയാ അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. താങ്ക് യു. പ്രദീപ്ജിയുടെ സ്റ്റോറി ബേസ്ഡേ പറയുള്ളൂ. വെരി നൈസ്, ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയാ, ഒരു നല്ലൊരു ഇതായിരുന്നു, അഭിപ്രായം പറയലായിരുന്നു. എന്തേ നമ്മുടെ അവിടുത്തെ അമേരിക്കക്കാരി ഇന്ന് മാത്രമേ ഇവിടുത്തെ ആയല്ലേ? അമേരിക്കക്കാരി ഇന്ന് കോട്ടയം ജില്ലയായിപ്പോ അല്ലേ? പിന്നെ ജില്ല തിരിച്ചപ്പോ ഞാൻ എവിടെയെങ്കിലും ആവണ്ടേ? അല്ലെങ്കിൽ US അവസാനമായി പോലെ. അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോവും. വളരെ നീയും നന്നായിട്ട് ഒത്തുചേർന്ന് ഒരേ ദിശയിൽ ചിന്തിച്ച് ഒരുമിച്ച് ആക്സെപ്റ്റൻസ് കൊടുത്ത് മുന്നോട്ട് പോകും. എല്ലാ എന്താ പറയാ ഭാര്യ ഭർത്താവിനോടുള്ള ഒരു അപേക്ഷയാണ്, സ്നേഹിച്ച് ഒരേ ദിശയിൽ നോക്കി മുന്നോട്ട് പോയാൽ അതുപോലൊരു സൗരഭ്യം ജീവിതത്തിൽ ഉണ്ടാവാനില്ല. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം പ്രദാനം ചെയ്യട്ടെ ദൈവം. കാണാം. താങ്ക് യു.
ഓക്കെ, എല്ലാവർക്കും